ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ പരിപാടി തുടങ്ങുകയാണ്. 10 മിനിറ്റ് വൈകിയിട്ടുണ്ട്. ഖിറാഅത്തിന് വേണ്ടിയിട്ട് കൗലത്ത് ടീച്ചറുടെ മകൻ ആദിൽ മുബ്തസിം, കൗലത്ത് ടീച്ചറുടെ മകൻ ആദിൽ മുബ്തസിമിനെ ഖിറാഅത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. السلام عليكم. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون ولو أنهم صبروا حتى تخرجوا إليهم لكان خيرا لهم والله غفور رحيم. صدق الله العظيم. ജസാക്കല്ലാഹു ഖൈറ യാ ആദിൽ. നമ്മുടെ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ലേണേഴ്സ് ഓഫ് ഇസ്ലാം വാട്സപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന ഈ പഠന പരമ്പരയുടെ സുന്നത്തിന്റെ പ്രാമാണികതയും വിമർശിക്കപ്പെടുന്ന ഹദീസുകളും എന്ന വിഷയത്തെ ആധികാരികമാക്കിക്കൊണ്ട് 4ാമത്തെ പ്രോഗ്രാമാണ് ഇന്ന് നടക്കുന്നത്. ഈ 4 ക്ലാസ്സുകളിലും വിഷയം അവതരിപ്പിച്ചത് സഹോദരൻ ജലീൽ കോലോത്ത് സാഹിബ് അവറുകളാണ്. ഈ പരിപാടി ശ്രവിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ആദരപൂർവം ജലീൽ സാഹിബിനെ പരിപാടി അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും അള്ളാഹുവിന്റെ സ്വാലിഹുകളായ ദാസന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നത് പോലെ സഫിയ റളിയല്ലാഹു അൻഹയുമായുള്ള പ്രവാചകന്റെ വിവാഹത്തെ കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്. സഫിയ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹത്തെ വിമർശിക്കുന്നവരുടെ ഗണത്തിൽ ഉൾപ്പെടുന്നവർ നാം മുമ്പ് പ്രവാചകന്റെ ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹത്തെ കാറ്റഗറൈസ് ചെയ്തതുപോലെ നമുക്ക് 3 കാറ്റഗറി ആയി തിരിക്കാവുന്നതാണ്. അതിലൊന്ന് സർവവേദ സത്യവാദികളും സുന്നത്ത് നിഷേധികളുമാണ്. അതുപോലെ മറ്റൊന്ന്, അല്ലെങ്കിൽ ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഈ സംഗതി എടുത്ത് വിമർശന വിധേയമാക്കിയത് ക്രൈസ്തവ മിഷണറിമാരാണ്. 3ാമത്തെ കാറ്റഗറി നാസ്തികവാദികളാണ്. അതിനോടൊപ്പം തീവ്ര വലതുപക്ഷ സംഘ് പരിവാരങ്ങളുമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നാം അതിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സഫിയ റളിയല്ലാഹു അൻഹ അല്ലെങ്കിൽ പ്രവാചകന്റെ പത്നിമാർ
അവർക്കുള്ള ഇസ്ലാമിക സ്ഥാനം എന്തെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അത് ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. സൂറത്ത് അഹ്സാബിൽ പറയുന്നത് അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും. അതായത് പ്രവാചകൻ സ്വന്തത്തെക്കാൾ ഉറ്റവരാണ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ. വ അസ്വാജുഹു ഉമ്മഹാതുഹും, പ്രവാചകന്റെ പത്നിമാർ വിശ്വാസികളുടെ മാതാക്കളുമാണ്. സംശയരഹിതമായ ഒരു വസ്തുതയാണ്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ബഹുമാനവും ആദരവും നൽകുന്ന ഒന്നാണ് പ്രവാചകന്റെ പത്നിമാർ. അവർ വിശ്വാസികളുടെ മാതാക്കളാണ്. സ്വാഭാവികമായും ഈ മാതാക്കളെ കുറിച്ച് വിശ്വാസികൾ അപവാദമോ അല്ലെങ്കിൽ അസത്യ പ്രചരണങ്ങളോ ഒന്നും ഈ വിഷയത്തിൽ നടത്തില്ല, അവർ വിശ്വാസികളാണെങ്കിൽ. എന്നാൽ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പശ്ചാത്തലം നമ്മൾ എപ്പോഴും കൃത്യമായി ഓർക്കണം. സർവവേദ സത്യവാദികളെ പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആനുഷംഗികമായി ആ വിഷയത്തിൽ ആരൊക്കെ ഉൾച്ചേർന്നു വരുന്നുവോ അവരെയൊക്കെ നാം ഉൾക്കൊള്ളിക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ പശ്ചാത്തലം സർവവേദ സത്യവാദികൾ പെരീനിയലിസ്റ്റുകൾ ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഈ സർവവേദ സത്യവാദികളുടെ നേതാവായി അറിയപ്പെടുന്ന വ്യക്തി എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം അജ്ഞനും അവിവേകിയും അതുപോലെ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന വ്യക്തിയുമാണ് ഇദ്ദേഹം എന്നുള്ളത് ഈ വ്യക്തിയുടെ ഈ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ സംഭാഷണം ഒന്ന് കേട്ട ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിയുള്ള ഇതിന്റെ ഡെപ്തിലേക്ക് പോകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധവേളയിൽ സഫിയ എന്ന ഭാര്യയുമായി രമിച്ചതിന്റെ രംഗങ്ങൾ നീല ചിത്രത്തിൽ പോലും കാണാൻ പറ്റാത്ത വിധം അപഹാസ്യവും ആഭാസകരവുമായ വിധത്തിൽ ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. സ്വന്തം പിതാവിന്റെ ജഡവും സഹോദരന്റെ ജഡവും ഭർത്താവിന്റെ ജഡവും രണഭൂമിയിൽ ശവമായി കിടക്കവേ ആ ജഡത്തിനരികിലൂടെ നടന്നു വന്ന സഫിയ എന്ന സുന്ദരിയായ യുവതിയെ തന്റെ ഭാര്യയാക്കി വെപ്പാട്ടിയാക്കി മാറ്റി എന്ന് മാത്രമല്ല സഹാബികളെ കാവൽ നിർത്തി ആ യുദ്ധഭൂമിയിലെ ഷെഡിന്റെ ഉള്ളിൽ കയറി അവരുമായി ശയിച്ചുവെന്നും എന്നിട്ട് അതടക്കം പറഞ്ഞ് പുറമേ നിന്ന സഹാബികൾ ചിരിച്ചുവെന്നും ഹദീസിന്റെ കിതാബുകളിൽ സഹീഹായ ഹദീസിൽ ഉണ്ട് എന്ന വിവരം നമ്മൾ അറിയണം. പ്രവാചകനെ സ്ത്രീരംഭടനാക്കാൻ ഇപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഈ കേട്ടത് എല്ലാവർക്കും ഒറ്റയടിക്ക് ഓർത്തു വെക്കാൻ കഴിയില്ല. ഏകദേശം 5 or 6 ആരോപണങ്ങൾ അല്ലെങ്കിൽ 6 ആരോപണങ്ങൾ ഈ ഒരൊറ്റ മിനിറ്റിലുള്ള അല്ലെങ്കിൽ ഒറ്റ മിനിറ്റിനേക്കാൾ കുറവാണ് ഇപ്പൊ ഈ കേൾപ്പിച്ചത്. ഈ ക്ലിപ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഒന്നുകൂടെ റീപ്ലേ ചെയ്യാം, നിങ്ങൾ അത് ഒന്നുകൂടെ ആവർത്തിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധവേളയിൽ സഫിയ എന്ന ഭാര്യയുമായി രമിച്ചതിന്റെ രംഗങ്ങൾ നീല ചിത്രത്തിൽ പോലും കാണാൻ പറ്റാത്ത വിധം അപഹാസ്യവും ആഭാസകരവുമായ വിധത്തിൽ ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. സ്വന്തം പിതാവിന്റെ ജഡവും സഹോദരന്റെ ജഡവും ഭർത്താവിന്റെ ജഡവും രണഭൂമിയിൽ ശവമായി കിടക്കവേ ആ ജഡത്തിനരി കേൾക്കുന്നില്ലേ? ഇല്ല, എനിക്കിവിടെ കേൾക്കാൻ പറ്റുന്നില്ല. വേറെ ആർക്കും അറിയില്ല. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, എന്നാ ഇനി എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ഞാൻ പ്ലേ ചെയ്യാൻ പോകണം. അപ്പോ ആ സഹോദരൻ ഒന്നുകൂടെ അദ്ദേഹത്തിന്റെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്യണം. ിലൂടെ നടന്നു വന്ന സഫിയ എന്ന സുന്ദരിയായ യുവതിയെ തന്റെ ഭാര്യയാക്കി വെപ്പാട്ടിയാക്കി മാറ്റി എന്ന് മാത്രമല്ല സഹാബികളെ കാവൽ നിർത്തി ആ യുദ്ധഭൂമിയിലെ ഷെഡിന്റെ ഉള്ളിൽ കയറി അവരുമായി ശയിച്ചുവെന്നും എന്നിട്ട് അതടക്കം പറഞ്ഞ് പുറമേ നിന്ന സഹാബികൾ ചിരിച്ചുവെന്നും ഹദീസിന്റെ കിതാബുകളിൽ സഹീഹായ ഹദീസിൽ ഉണ്ട് എന്ന വിവരം നമ്മൾ അറിയണം. പ്രവാചകനെ സ്ത്രീരംഭടനാക്കാൻ, ആഭാസനാക്കാൻ, കാമാർത്തിയുള്ളയാളാക്കി തീർക്കാൻ ഉള്ള ഇത്തരത്തിലുള്ള വ്യാജോക്തികൾ സഹീഹ് എന്ന വിധത്തിൽ ഹദീസിന്റെ കിതാബുകളിൽ കയറിക്കൂടുമ്പോൾ ഈ ഭാണ്ഡവും
ഭാരവും വിഴുപ്പും പേറിയാണ് നാം ജീവിക്കേണ്ടത് എന്നാണോ പറയുന്നത്? ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ ഇല്ലാത്ത ഒരു കിതാബിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെയൊക്കെ മുമ്പിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ബുഖാരിയെ കുറിച്ചും മുസ്ലിമിനെ കുറിച്ചും ശറഹ് മുസ്ലിമിനെ കുറിച്ചും ഫതഹുൽ ബാരിയെ കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം പറയുന്നത് പാസ്കോഡിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇനി ഏതെങ്കിലും സഹോദരന്മാർ കയറാത്തവരുണ്ടെങ്കിൽ ഇത് അവിടെ ചാറ്റ് ബോക്സിലുണ്ട്. 1 2 3 4 ഇല്ല, 1 2 3 A4. സാധാരണ ചാറ്റിൽ നോക്കാറില്ലായിരുന്നു, ഇപ്പോ എന്റെ കണ്ണിൽപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു. ഇദ്ദേഹം ഇവിടെ 6 ആരോപണങ്ങളാണ് പറയുന്നത്. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ എന്റെ വകയായി പറയുന്നതല്ല, നീണ്ടു നിവർന്നു കിടക്കുന്ന സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും അതിന്റെ വ്യാഖ്യാനങ്ങളായി അറിയപ്പെടുന്ന ഇബ്നു ഹജറിന്റെ ഫതഹുൽ ബാരിയിലും ഇമാം നവവിയുടെ ഷറഹ് മുസ്ലിമിലും ഒക്കെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ സംഗതികൾ, ഒന്ന്, പ്രവാചകൻ അവിടെ വച്ച് രമിച്ചതിന്റെ ചിത്രീകരണം ഹദീസുകളിൽ പറയുന്നു. ഇദ്ദേഹത്തോട് നമുക്ക് ഒരു വെല്ലുവിളി ആയിട്ടൊന്നുമല്ല, ഏത് ഹദീസിലാണ് പ്രവാചകൻ സഫിയ ബീബി റളിയല്ലാഹു അൻഹയുമായി രമിച്ചതിന്റെ കാര്യങ്ങൾ, രമിച്ചത്, ആ ചിത്രീകരണം നടത്തുന്നത് ഏത് ഹദീസിലാണ് എന്ന് ഇദ്ദേഹം തീർച്ചയായിട്ടും പറഞ്ഞു തരേണ്ടതുണ്ട്. അത് പച്ചക്കള്ളമാണ്. ഈ വാക്ക് പച്ചക്കള്ളമാണ്. ഈ സംഗതി ഇവിടെ ഒരു സൂം മീറ്റ് കൊണ്ട് അവസാനിക്കുന്നില്ല, ഇത് അപ്ലോഡ് ചെയ്യപ്പെടും യൂട്യൂബില്. ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് ഇത് കേൾക്കാവുന്നതാണ്. ഇത് കേൾക്കുന്ന താങ്കളോട് ആവശ്യപ്പെടുകയാണ്, താങ്കൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ കുറിച്ചാണ് ഇത്തരത്തിലുള്ള അപവാദം പറഞ്ഞത്. അത് ഏത് ഹദീസിലാണെന്ന് താങ്കൾ കേൾപ്പിക്കേണ്ടതുണ്ട്. അടുത്തത്, രണ്ടാമതായി, എന്തെങ്കിലും ഒരു മൈക്ക് കിട്ടുമ്പോഴേ എന്താണ് പറയേണ്ടത് എന്നുള്ളതിന് യാതൊരു നിയന്ത്രണവുമില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രണ്ടാമതായി, ഈ മനുഷ്യൻ പറയുന്നത് നീലചിത്രങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയില്ല. നീലചിത്രങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള രംഗങ്ങൾ കാണാൻ കഴിയുകയില്ല. അങ്ങനെയാണ് ഇത് ഹദീസുകളിൽ വിശദീകരിക്കുന്നത് എന്നാണ്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നു, നീലചിത്രങ്ങളെക്കാൾ ആഭാസകരവും അപഹാസ്യവുമായ നിലയിലാണ് ഈ സംഗതി ചിത്രീകരിക്കുന്നത് എന്ന്. ഈ സംഗതിയും താങ്കൾ കാണിക്കേണ്ടതുണ്ട്. ആദ്യം രമിച്ചു, അങ്ങനെ ആ രമിച്ചതിന്റെ ചിത്രീകരണം നടത്തിയത് ഏത് ഹദീസിൽ, അങ്ങനെ അത് തന്നെ നീലചിത്രത്തെക്കാൾ ആഭാസകരമായി ചിത്രീകരിച്ചത് ഏത് ഹദീസിൽ, ഇത് താങ്കൾ കാണിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ താങ്കളുടെ ജീവിതാന്ത്യം വരെ താങ്കളെ ഈ അപവാദം പിടികൂടിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ താങ്കൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇത് താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ചാണ് പറഞ്ഞത്. സ്വഹീഹ് മുസ്ലിമിൽ, സ്വഹീഹ് ബുഖാരിയിൽ ഇവയുടെ വ്യാഖ്യാനങ്ങളിൽ ഉണ്ട് എന്നാണ് താങ്കൾ തട്ടിവിട്ടിരിക്കുന്നത്. നാവില്ലാത്ത, ലൈസൻസ് ഇല്ലാത്ത ഈ നാക്കുകൊണ്ട് എന്തും പറയാമെന്ന് താങ്കൾ അങ്ങോട്ട് വിചാരിക്കരുത് എന്ന് ഞാൻ താങ്കൾക്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ്. മൂന്നാമതായി ഇദ്ദേഹം പറഞ്ഞു, അപ്പോൾ ആദ്യം രമിച്ചു എന്നൊരു നുണ, അങ്ങനെ ആ നുണയുടെ മേൽ കെട്ടിപ്പടുത്ത പിന്നെ മറ്റൊരു നുണയാണ് നീലചിത്രത്തെക്കാൾ ആഭാസകരമായി ഈ സംഗതി ഈ ഹദീസുകളിൽ പറയുന്നു എന്ന് പറയുന്നത് ആദ്യത്തെ നുണയുടെ മേൽ കെട്ടിപ്പടുത്ത മറ്റൊരു നുണ. മൂന്നാമതായിട്ട് ഇദ്ദേഹം പറയുന്നത്, സ്വന്തം പിതാവിന്റെയും പുത്രന്റെയും സഹോദരന്റെയും ശവശരീരത്തിന് അരികിലൂടെ ആ സ്ത്രീയെ കൊണ്ടുവന്നു എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. സ്വന്തം പിതാവും, സ്വന്തം പുത്രനല്ല, സ്വന്തം ഭർത്താവും അതുപോലെ സഹോദരനും ആ രണാങ്കണത്തിൽ രക്തത്തിൽ കുളിച്ച് കിടക്കവേ അവരുടെ ജഡത്തിനരികിലൂടെയാണ് ഈ സഫിയയെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ പ്രവാചകൻ ബലാത്സംഗം ചെയ്തു. ആ വാക്കിവിടെ പ്രയോഗിച്ചിട്ടില്ലെങ്കിലും ഇത് നിരീശ്വരവാദികൾ പ്രയോഗിക്കുന്ന വാക്കുകളാണ്. ഇതും അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ട്.
സത്യത്തിൽ ഇദ്ദേഹം ഒരു അജ്ഞനാണ്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഇയാൾ പ്രവാചകന്റെ മേൽ കള്ളം പറയുകയാണ്. രണ്ടാലെന്നാണ്, ഒന്നുകിൽ ഇയാൾക്ക് വിവരമില്ല, അതല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മേൽ കള്ളം പറയുകയാണ്. എന്തുകൊണ്ടാണ്? സഫിയ റളിയല്ലാഹു അൻഹയുടെ പിതാവ് ഖൈബർ യുദ്ധവേളയിൽ കൊല്ലപ്പെട്ടിട്ടില്ല. കാരണം എന്താണ്? അങ്ങനെ കൊല്ലപ്പെടാൻ സഫിയ റളിയല്ലാഹു അൻഹയുടെ പിതാവ് അന്ന് ജീവിച്ചിരിപ്പില്ലല്ലോ. എന്തൊരു മണ്ടത്തരമാണ് ഇയാൾ ഈ പറഞ്ഞു വിടുന്നത്! എന്തൊരു അസത്യവും ആഭാസവുമാണ്! ഇയാളല്ല ഈ ആഭാസങ്ങളും അപഹാസ്യവുമായിട്ടുള്ള വർത്തമാനങ്ങൾ പറയുന്നത്. എന്നാൽ സഫിയ റളിയല്ലാഹു അൻഹയുടെ പിതാവ് മരണപ്പെടുന്നത് ഹിജറ വർഷം 5-ലാണ്. ഖൈബർ സംഭവം നടക്കുന്നത് ഹിജറ വർഷം 7-ലാണ്. അപ്പോൾ 2 വർഷം മുമ്പേ മരണപ്പെട്ട, അല്ലെങ്കിൽ വധിക്കപ്പെട്ട, അത് മറ്റൊരു യുദ്ധത്തിലാണ് വധിക്കപ്പെടുന്നത്. ഇപ്പോൾ ഓർത്തു വരുന്ന മറ്റൊരു കാര്യം പറയട്ടെ. ഖൈബർ യുദ്ധത്തിന്റെ പശ്ചാത്തലം എന്തെന്നോ അതിന്റെ ചരിത്രം എന്തെന്നോ, അതുപോലെ ഖൈബറിന് മുമ്പ് നടന്ന ബനു ഖുറൈദയുടെ ചരിത്ര പശ്ചാത്തലം എന്തെന്നോ ഒന്നും നമ്മൾ വിശദീകരിക്കില്ല കേട്ടോ. അതൊക്കെ മറ്റൊരു വിഷയമാണ്. ആർക്കും കിട്ടും ചരിത്രത്തിന്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചാൽ. ആയതുകൊണ്ട് ആ ചരിത്രത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളുടെ വസ്തുത എത്രത്തോളം സത്യസന്ധമാണ് എന്ന് മാത്രം പരിശോധിക്കുന്നേ ഉള്ളൂ. അതിനുള്ള സമയമേ നമുക്കുള്ളൂ ഈ നിശ്ചിത സമയത്തിൽ. അപ്പോൾ അത് മറ്റൊരു കള്ളമാണ്. അവിടെ പിതാവിന്റെ ജഡമില്ല. അവിടെ ഉണ്ടായിരുന്നത്, അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ സഫിയയുടെ ഭർത്താവ് മാത്രമാണ്. ഇനി അത് ഭർത്താവിന്റെ ജഡത്തിന് അരികിലൂടെ വലിച്ചു കൊണ്ടുവന്നു എന്ന് ഒരു ഹദീസിലും ഇല്ല. അതൊക്കെ മറ്റ് സംഭവങ്ങളാണ്. അപ്പോൾ ഇദ്ദേഹം സ്വന്തം പോക്കറ്റിൽ നിന്ന് ആദ്യം പറഞ്ഞ 2 നുണ പോലെ ചരിത്രപരമായ അബദ്ധവും മറ്റൊരു നുണയും മൂന്നാമത് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞത് യുദ്ധഭൂമിയിലെ ഷെഡിൽ വച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സഫിയയുമായി ഇയാൾ പറഞ്ഞതുപോലുള്ള നീലചിത്രത്തിലേതുപോലെ രമിച്ചത് എന്നാണ്. ഒന്നാമത്തെ അങ്ങനെ രമിച്ചു എന്നുള്ള സംഗതി ഒന്നും ഹദീസിൽ പറയുന്നില്ല. ഇനി യുദ്ധഭൂമിയിൽ എന്ന് പറഞ്ഞത് എത്രത്തോളം ചരിത്രപരമായ അബദ്ധമാണ്! ഇയാൾ ഇതൊക്കെ ഹദീസിൽ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ ഈ ഹദീസുകളൊക്കെ ഒന്ന് ആത്മാർത്ഥമായി ഈ ഓറിയന്റലിസ്റ്റുകളുടെയും ഇസ്ലാമിക ശത്രുക്കളുടെയും കോപ്പി അടിക്കാൻ നിൽക്കാതെ, ഇദ്ദേഹം ഒരു പണ്ഡിതനാണെന്നാണല്ലോ അവകാശപ്പെടുന്നത്. എന്താണ് ഈ ഹദീസുകളിൽ ഇത് സംബന്ധമായി പറയുന്നത് എന്ന് ഒരു നിമിഷമെങ്കിലും പരിശോധിക്കാൻ ഇയാൾ തുനിഞ്ഞിരുന്നുവെങ്കിൽ ഈ യുദ്ധത്തിന്റെ ഭൂമിയിൽ, യുദ്ധത്തിന്റെ ആ രണാങ്കണത്തിൽ ഒരു ഷെഡിൽ വച്ച് എന്നുള്ള ഇത്ര വലിയ അപവാദം ഉമ്മഹാത്തുൽ മുഅ്മിനീനെ കുറിച്ച് ഇദ്ദേഹം പറയില്ലായിരുന്നു. ആയതുകൊണ്ട് താങ്കളെ വീണ്ടും മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലുള്ള അപവാദം, ഉമ്മഹാത്തുൽ മുഅ്മിനീനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും താങ്കൾ പറഞ്ഞ ഈ അപവാദം താങ്കളുടെ ഖബറിടം വരെ താങ്കളെ പിൻപറ്റുന്നു. അതല്ല എങ്കിൽ താങ്കൾ ഇതിന് മാപ്പ് പറയേണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ ഇതിന് ഇസ്ലാമിക സമൂഹത്തോട് മാപ്പപേക്ഷിക്കുന്നു, ഇത് തെറ്റായി പോയി എന്ന് താങ്കൾ മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ പ്രസ്താവന തിരുത്താൻ താങ്കൾ മുന്നോട്ട് വരണം. ഇതിങ്ങനെ പറയുമ്പോൾ ഈ പറയുന്നത് എന്താണെന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് താങ്കളോട് ഇത്ര കൃത്യവും വ്യക്തവും ശക്തവുമായി പറയുന്നത്. ഇത് പറയാൻ താങ്കളെ പോലെ എന്തെങ്കിലും തള്ളി മറിച്ചിട്ട് പോവുകയല്ല. ഇത് കൃത്യമായി പറയുവാനുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഇത്ര ശക്തമായി പറയുന്നത്. 5ാമത് പറഞ്ഞ അപവാദം ഒരൊറ്റ മിനിറ്റിലാണെന്ന് വിചാരിക്കണം ഇയാൾ ഇത്രമാത്രം കള്ളങ്ങൾ പ്രവാചകന്റെ മേൽ, ഉമ്മഹാത്തുൽ മുഅ്മിനുകളുടെ മേൽ പറയുന്നത്. 5ാമത് പറഞ്ഞത്, അങ്ങനെ ഈ യുദ്ധഭൂമിയിൽ നടക്കുന്ന ഈ സംഭവം, ഈ യുദ്ധഭൂമിയിൽ ആ ടെന്റിന് പുറത്ത് സ്വഹാബാക്കളെ കാവൽ നിർത്തുകയും ചെയ്തു. തെറ്റാണത്. അങ്ങനെയും ഒരു ഹദീസിലും ഇല്ല. പ്രവാചകൻ കാവൽ നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസിലും ഇല്ല. എന്താ സംഭവം എന്ന് വെച്ചാല്, അബൂ അയ്യൂബുൽ അൻസാരി, സഫിയ റളിയല്ലാഹു അൻഹ ഒരു യഹൂദ ഗോത്രത്തിൽ നിന്നുള്ള സ്ത്രീയാണ്. ഖൈബറിൽ താമസിച്ചിരുന്നവർ ബനു നദീർ ഗോത്രമാണ്. അപ്പോൾ അവർ യഹൂദ ഗോത്രത്തിലെ ആളുകളായിരുന്നത് കൊണ്ട് ഇതൊരു യഹൂദ സ്ത്രീ ആയതിനാൽ
ഇസ്ലാമിലേക്ക് അടുത്ത് മാത്രം ഇപ്പോൾ മാത്രം കടന്നു വന്ന സ്ത്രീ ആയതുകൊണ്ട് യഹൂദരുടെ കുതന്ത്രങ്ങൾ പലപ്പോഴും നമുക്ക് അറിവുള്ളതാണ്. പ്രവാചകനെ പലതവണയും അസാസിനേറ്റ് ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ പ്രവാചകൻ എന്തെങ്കിലും ദേഹോപദ്രവം ഏൽപ്പിക്കുമോ എന്ന ആശങ്കയാൽ അബൂ അയ്യൂബുൽ അൻസാരി ഒരു വളണ്ടിയർ എന്നുള്ള നിലക്ക് സ്വയം സന്നദ്ധനായി പ്രവാചകന്റെ ടെന്റിന് കുറച്ച് അകലത്തിൽ താമസിച്ചിരുന്നു. അദ്ദേഹം നിന്നിരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. ഇതിനെയാണ് അദ്ദേഹം വളച്ചൊടിച്ച് ആളുകളെ പുറത്ത് കാവൽ നിർത്തി എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ വിശദമായിട്ടുള്ളതിലേക്ക് വരും. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എന്താണെന്ന് അപ്പോൾ ഇത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഖുർആനിൽ കാണാം. യുഹർരിഫൂനൽ കലിമ അം മവാദിഇഹി. ഇത് യഹൂദന്മാരുടെ ഒരു സ്വഭാവമാണ്. ഇത് യഹൂദന്മാർക്ക് മാത്രമുള്ളതല്ല, ഖുർആനിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളണമല്ലോ. അപ്പൊ ഖുർആൻ പറയാണ്, ഇത്തരത്തിലുള്ള ഉപജാപക സംഘങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പദങ്ങളെ അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി, അതല്ലെങ്കിൽ ആശയത്തെ തന്നെ മാറ്റിമറിക്കുകയും അങ്ങനെ അർത്ഥത്തിൽ അവർ ചില തിരിമറികൾ നടത്തുകയും ചെയ്യും. യുഹർരിഫൂനൽ കലിമ അം മവാദിഇഹി. ഇതേ ആയത്തിൽ തന്നെ മുന്നോട്ട് വരുമ്പോൾ പറയുന്നു ലയ്യംബി അൽസിനതിഹിം, നാവുകൾ വളച്ചൊടിച്ചുകൊണ്ട്. തൊട്ടടുത്ത വാക്യം പറയുന്നു വതഅനം ഫിദ്ദീൻ. കണ്ടോ, ഇത് ഖുർആനിലുള്ളതാണ്. വതഅനം ഫിദ്ദീൻ, ദീനിനെ കുത്തുവാക്ക് പറഞ്ഞുകൊണ്ട് നാവ് വളച്ചൊടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള തിരിമറികൾ നടത്തുന്ന സ്വഭാവം ഈ ഉപജാപക സംഘത്തിൻ്റെതാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, ഇതൊക്കെയും ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള പ്രമാണവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. യാതൊരു പ്രമാണവും ഇത് സംബന്ധമായിട്ട് ഇയാൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. അപ്പോൾ ഇനി എന്താണ് സംഭവം? ഇത് ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് മൊത്തം ഇന്ന് അറബ് ലോകത്തെടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം ചില നിരീശ്വരവാദികൾ അറബ് ലോകത്തുണ്ട്. അവർ ഉന്നയിക്കുന്ന അതേ വാദം, അതായത് അവിടെ വച്ച് തന്നെ രമിച്ചു, ആ രണാങ്കണത്തിൽ വച്ച് തന്നെ രമിച്ചു, ഈ സഫിയയുടെ പിതാവിനെ കൊന്നു, ഭർത്താവിനെ കൊന്നു തുടങ്ങിയുള്ള സംഗതികളൊക്കെ ഇത് ഇത്തരം ചില വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിലും ഇതൊക്കെ ഈ നിരീശ്വരവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, ഇത് ഇന്നലെ രാത്രി വളരെ യാദൃച്ഛികമായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഈ സഫിയ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തെ കുറിച്ച് നിരീശ്വരവാദികളുടെ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചയിൽ ഇന്നലെ രാത്രി ശ്രദ്ധയിൽപ്പെട്ടതാണ്. അതിനിടയിൽ ഭർത്താവിനെയും പിതാവിനെയും കൊന്ന രാത്രി ഇതുവരെ പോലും കാത്തു നിൽക്കാതെ, ഈ നിരീശ്വരവാദികൾക്ക് പ്രവാചകൻ ഇദ്ദ ആചരിക്കാത്തത് കൊണ്ടും പ്രശ്നമാണ്. ആലോചിച്ച് നോക്കുക. അപ്പൊ പ്രവാചകന്റെ ഇദ്ദ പോലും ആചരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിനൊക്കെ നമ്മൾ കൃത്യമായ മറുപടി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ആരോപണങ്ങളൊക്കെ കേവലം നിരീശ്വരവാദികൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഓറിയന്റലിസ്റ്റുകൾ, അതുപോലെ ക്രൈസ്തവ മിഷണറിമാർ ഒക്കെ ഉദ്ധരിക്കുന്നത് മാത്രമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇന്നലെ രാത്രി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട ഒരു സ്ക്രീൻഷോട്ടും ഇവിടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഹിജ്റ 7-ാം വർഷം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു. സാധാരണഗതിയിൽ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ആ യുദ്ധഭൂമിയിൽ യുദ്ധാനന്തരം പ്രവാചകൻ 2-3 ദിവസം തങ്ങും, അല്ലെങ്കിൽ ചിലപ്പോ അത് ഒരാഴ്ച വരെയൊക്കെ നീണ്ടുപോകാം. അങ്ങനെ കാര്യങ്ങളൊക്കെ കൃത്യമായ ശേഷമാണ് പിന്നീട് അവിടെ നിന്ന് യാത്ര നീങ്ങുന്നത്. അങ്ങനെ യാത്ര നീങ്ങിയപ്പോൾ ഈ ഖൈബറിൽ ഉണ്ടായിരുന്ന യുദ്ധം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ യുദ്ധത്തിന് കഴിവുറ്റ കെൽപ്പുറ്റ ആളുകളെയൊക്കെ ആ യുദ്ധത്തിൽ പലരും കൊല്ലപ്പെട്ടു. അവശേഷിക്കുന്നവരെ ഇവർ ബന്ദിയാക്കി പിടിക്കുകയും ചെയ്തു ഇസ്ലാമിക സമൂഹം. അങ്ങനെ പിടിക്കപ്പെട്ടപ്പോൾ യുദ്ധ തടവുകാരിൽപ്പെട്ട ഒരാളായിരുന്നു സഫിയ റളിയല്ലാഹു അൻഹ. അങ്ങനെ സഫിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രങ്ങൾ വേറെ നിലക്ക് ഹദീസുകളിലൊക്കെ പറയുന്നുണ്ട്. അത് ദഹിയത്തുൽ കൽബിയുടെ പാർട്ടുകളിൽ വന്ന അല്ലെങ്കിൽ അവരുടെ പങ്കിൽ വന്ന ഒന്നായിരുന്നു. എന്നാൽ അത് ദഹിയത്തുൽ കൽബിയുടെ ഭാര്യയാകാനോ മറ്റോ അല്ലെങ്കിൽ മിൽക്കുൽ യമീൻ എന്ന് പറയപ്പെടുന്നതിനോ അനുയോജ്യമല്ല. അത്
ബനുന്നദീർ ഗോത്രത്തിന്റെ സമുന്നതനായ നേതാവിന്റെ മകളും സമുന്നതനായ നേതാവിന്റെ ഭാര്യയും ആയതിനാൽ ഇത് പ്രവാചകന് മാത്രമേ അനുയോജ്യമാകുകയുള്ളൂ എന്ന മറ്റുള്ളവരുടെ ആവശ്യപ്രകാരം പ്രവാചകൻ അവരെ അടുത്തേക്ക് വിളിക്കുകയും എന്നിട്ട് പ്രവാചകൻ സഫിയ റളിയല്ലാഹു അൻഹയോട് പറയുകയും ചെയ്ത ഒരു വാക്കുണ്ട് ആ സമയത്ത്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയും. ഈ സഫിയ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ പറഞ്ഞു, ഇഖ്താരി ഫഇൻ ഇഖ്തർതിൽ ഇസ്ലാം അംസക്തുകി ലിനഫ്സി വഇൻ ഇഖ്തർതിൽ യഹൂദിയ ഫഅസാ അൻ ഉഅതിഖി ഫതൽഹഖി ബിഖൗമിക്. فقالت يا رسول الله لقد هويت الإسلام وصدقت بك قبل أن تدعوني حيث سرت إلى رحلك وما لي في اليهودية أرب وما لي فيها والد ولا أخ وخيرتني بين الكفر والإسلام فالله ورسوله أحب إلي من الإتق وأن أرجع إلى قومي. സാരം ഇഖ്താരി, ഇപ്പോൾ നിനക്ക് തിരഞ്ഞെടുക്കാനുള്ള 2 ഓപ്ഷൻ ഉണ്ട്. നിനക്ക് ഇസ്ലാം തിരഞ്ഞെടുക്കാം. അങ്ങനെ നീ ഇസ്ലാം തിരഞ്ഞെടുത്താൽ നീ എന്റെ പക്കൽ ഉണ്ടാകും. ഇനിഖ്തർത്തിൽ യഹൂദിയ, നീ യഹൂദ മതം തിരഞ്ഞെടുക്കുകയാണെങ്കിലോ ഞാൻ നിന്നെ മോചിപ്പിക്കാം. ഏത് യുദ്ധ തടവുകാരിയായി വച്ചുകൊണ്ടിരിക്കില്ല, ഞാൻ നിന്നെ മോചിപ്പിക്കുകയും നിനക്ക് നിന്റെ ജനതയിലേക്ക് പോയി ചേരുകയും ചെയ്യാം. കണ്ടോ, ഇവിടെ പ്രവാചകൻ വ്യക്തമായി സഫിയ റളിയല്ലാഹു അൻഹക്ക് 2 ഓപ്ഷനാണ് നൽകിയത്. നിനക്ക് ഇസ്ലാം വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, അതല്ലെങ്കിൽ നീ യഹൂദ മതത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. ഏതെങ്കിലും ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം. ഏത് തിരഞ്ഞെടുത്താലും കുഴപ്പമില്ല, നീ അതിന് ഭയപ്പെടേണ്ടതില്ല. ഇനി നീ യഹൂദ മതമാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ഫതൽഹഖി ബിഖൗമിക്, നീ നിന്റെ ജനതയോട് പോയി ചേരുകയും ചെയ്യാം, അതിന് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ എന്തായിരുന്നു മഹദി സഫിയയുടെ പ്രതിവചനം? യാ റസൂലല്ലാഹ്, പ്രവാചകരെ, ലഖദ് ഹവൈതുൽ ഇസ്ലാം, ഞാൻ ഇസ്ലാമിനെ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. കേൾക്കുക, ഞാൻ ഇസ്ലാമിനെ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. വസദ്ദഖ്തു ബിക ഖബ്ല അൻ തദ്ഉവനി, താങ്കൾ എന്നെ ക്ഷണിക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ താങ്കളിൽ വിശ്വസിച്ചിരുന്നു. താങ്കൾ പറയുന്ന ഈ ആശയം വളരെ സത്യസന്ധമാണ് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഹൈസു സുർതു ഇലാ റഹ്ലിക വമാ ലീ ഫിൽ യഹൂദിയ ഫിൽ അറബ്, ഞാൻ താങ്കളുടെ മാത്രവുമല്ല, ഇപ്പോൾ ഞാൻ താങ്കളുടെ ക്യാമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി എനിക്ക് അവിടെ മറ്റൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. വഖയ്യർതനി ബൈനൽ കുഫ്രി വൽ ഇസ്ലാം, ആയതുകൊണ്ട് അങ്ങെനിക്ക് കുഫ്രിന്റെയും ഇസ്ലാമിന്റെയും ഇടക്കുള്ള, അല്ലെങ്കിൽ ഇത് രണ്ടുമാണ് എന്റെ മുമ്പിൽ ഓപ്ഷൻ ആയിട്ട് വച്ചിരിക്കുന്നത്. ആയതിനാൽ ഫല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലയ്യ മിനൽ ഇത്ഖ്, അല്ലാഹുവും റസൂലുമാണ് എന്നിലേക്ക് എന്റെ വിമോചനത്തിനേക്കാൾ ഏറ്റവും ഇഷ്ടം. വഅൻ അർജിഅ ഇലാ ഖൗമി, അങ്ങനെ ഞാൻ വിമോചിതയായി എന്റെ ജനതയിലേക്ക് തിരിച്ചു പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം താങ്കളുടെ കീഴിൽ ഞാൻ നിൽക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ സഫിയ പറയുന്നത്. ഇവിടെ സഫിയ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നാം മനസ്സിലാക്കണം. ഞാൻ വിമോചിതയായി പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്നാണ് സഫിയ പറയുന്നത്. അതായത് സഫിയ റളിയല്ലാഹു അൻഹ വിചാരിച്ചത് ഇവിടെ പ്രവാചകൻ അടിമകളുടെ ഗണത്തിൽ പെടുത്തി ആണ് സംരക്ഷിക്കുക എന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതല്ല പ്രവാചകൻ ഉടനെ തന്നെ ചെയ്തത്, ഈ സ്ത്രീയെ വിമോചിപ്പിക്കുകയും അങ്ങനെ വിമോചിപ്പിച്ച ശേഷം പ്രവാചകൻ ഇവരെ വിവാഹം ചെയ്യുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലൊരു അഭിപ്രായം, എനിക്ക് ഇസ്ലാമും കുഫ്റുമാണ് എനിക്ക് നൽകിയിരിക്കുന്നത്, ആയതുകൊണ്ട് ഞാൻ ഇസ്ലാം തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം തിരഞ്ഞെടുത്ത് പ്രവാചകനിൽ വിശ്വസിച്ച ഈ സഫിയ റളിയല്ലാഹു അൻഹയെ എന്തു ചെയ്തു? ഞാൻ ഈ ആദ്യം പറഞ്ഞത്, ഈ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളൊക്കെ ഇബ്നു സഅദ് തബഖാത്തിൽ ഉദ്ധരിച്ചതാണ്. എന്നാൽ അത് ഇബ്നു സഅദിന്റെ തബഖാത്തിൽ മാത്രമല്ല, അത് മറ്റു പല സ്വഹീഹ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ഒന്ന് ഇബ്നു ഹിബ്ബാന്റെ കിതാബു സിയർ ബാബുൽ ഖിലാഫത്തി വൽ ഇമാറ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇമാം നസായി തന്റെ സുനനുൽ കുബ്ര എന്ന ഹദീസ് സമാഹാരത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ മുസ്നദ് അഹ്മദ് ബിൻ ഹംബലിൽ ഈ പറഞ്ഞതിന്റെ ആശയങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്.
അതുപോലെ അൽ മുഅ്ജമുൽ കബീർ ലി തബറാനി എന്ന് പറയുന്ന ഹദീസ് സമാഹാരത്തിൽ ഇപ്പറഞ്ഞ ആശയങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അസ്സുനനുൽ കബീർ ലിൽ ബൈഹഖി, ബൈഹഖിയുടെ സുനനിലും ഇപ്പറഞ്ഞ ആശയങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മുസന്നഫ് അബ്ദുർ റസാഖിലും ഇപ്പറഞ്ഞ ആശയങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്തിനാണ് സാധാരണയിൽ കവിഞ്ഞ് ഇത്രയധികം കോട്ടിങ്സും റെഫറൻസും നൽകുന്നത് എന്നുള്ളതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. കാരണം ഇദ്ദേഹം ഇതൊക്കെ സഹീഹായ ഹദീസുകളിൽ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് സംബന്ധമായി കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള കൃത്യമായ കാര്യങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കുറച്ച് റെഫറൻസ് ആവശ്യമാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഇനി ഇങ്ങനെ ഇസ്ലാം തെരഞ്ഞെടുത്തപ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു? ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നതാണ്. സുമ്മ ദഫഅഹ ഇലാ ഉമ്മി സുലൈം തുസന്നിഉഹാ ലഹു വതുഹയ്യിഉഹാ ഖാല വഅഹ്സിബുഹു ഖാല വതഅത്തദു ഫീ ബൈതിഹാ വഹിയ സഫിയ ബിൻതു ഹുയൈ ഖാല വജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലീമതഹ തംർ വൽ അഖിത്ത് വസ്സം. അപ്പോൾ ഇവിടെ സഫിയ റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിക്കാനാണ് അവർക്ക് താല്പര്യം, അതുപോലെ പ്രവാചകനെ വേൾക്കുവാനാണ് താല്പര്യം എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഉമ്മു സുലൈം, അതായത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്, മാതാവാണ് ഉമ്മു സുലൈം. ഈ ഉമ്മു സുലൈമിന്റെ അടുത്തേക്ക് സഫിയയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ സഫിയയെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് എന്താ സംഭവം? വതഅത്തദു ഫീ ബൈതിഹാ. ഇവിടെ നിരീശ്വരവാദികൾക്കും അതുപോലെ നമ്മുടെ ഒരു ക്രൈസ്തവ വിമർശകനും അയാൾക്കും, ഈ ക്രൈസ്തവ വിമർശകനും സഫിയയുടെ വിവാഹത്തിലുള്ള പ്രശ്നം എന്താണ്? അദ്ദേഹവും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. അവിടെ പ്രവാചകൻ സഫിയയുടെ ഇദ്ദ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ ഇദ്ദ എന്ന് പറയുമ്പോൾ എന്താണ്? സൂറത്തുൽ ബഖറയിലെ പറഞ്ഞിരിക്കുന്ന ഇദ്ദ, ഈ ഭർത്താവ് മരണപ്പെടുന്ന സ്ത്രീയുടെ ഇദ്ദ എന്താണ്? 4 മാസവും 10 ദിവസവുമാണല്ലോ. അപ്പൊ ഇതിങ്ങനെ ഇസ്ലാമിന്റെ മറ്റു നിയമങ്ങളൊന്നും അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അറിയാത്ത സൂപ്പർഫിഷ്യൽ ആയിട്ട് ഇസ്ലാമിനെ വായിക്കുന്ന ചില ആളുകൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ള ആളുകളെ കോപ്പി ചെയ്തുകൊണ്ടാണ് പറയുന്ന മൗലവിയും ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഇസ്ലാമിനെതിരിൽ ഉന്നയിക്കുവാൻ മുന്നോട്ട് വന്നത്. അപ്പോ ഇവിടെ തഅത്തദു ഫീ ബൈതിഹാ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി ഈ ഇദ്ദ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇദ്ദയെ കുറിച്ച് പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഖാല, ഇത് അബൂ സഈദുൽ ഖുദ്രി ഉദ്ധരിച്ച ഹദീസാണ്. ഖാല സബായ ഔത്താസിന്റെ സബായകളുടെ ഈ യുദ്ധത്തടവുകാരുടെ കാര്യത്തിൽ പ്രവാചകൻ പറയുകയാണ്, ലാ തൂതഉ ഹാമിലുൻ ഹത്താ തള. ഒരു ഗർഭവതിയായ ഒരു സ്ത്രീയുമായും ശാരീരിക സംസർഗം പാടുള്ളതല്ല ആ ഗർഭം അത് പ്രസവിക്കുന്നത് വരെ. എപ്പോൾ? യുദ്ധത്തടവുകാരുടെ കാര്യത്തിലാണ് പറയുന്നത്. അതുപോലെ വലാ ഗൈറ ദാത്തി ഹംലിൻ ഹത്താ തഹീള ഹൈള. അതുപോലെ ഇനി ഗർഭവതി അല്ലാത്തത്, വലാ ഗൈറ ദാത്തി ഹംലിൻ, ഗർഭവതി അല്ലാത്ത ഏത് സ്ത്രീയുണ്ടോ അവരുടെയൊക്കെ ഇദ്ദ എന്ന് പറയുന്നത് ഹത്താ തഹീള ഹൈള, ഒരു ആർത്തവം സംഭവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ ആർത്തവത്തിൽ നിന്നും ശുദ്ധിയായി കഴിഞ്ഞാൽ അവരുടെ ഇദ്ദ കഴിഞ്ഞു എന്നുള്ളതാണ് ഇസ്ലാമിലെ നിയമം. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഇദ്ദകളാണുള്ളത്. ഗർഭവതിയായ സ്ത്രീയുടെ ഇദ്ദ മറ്റൊന്നാണ്. ഇനി ഗർഭവതി അല്ലാത്ത ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ ഇദ്ദ മറ്റൊന്നാണ്. അതുപോലെ ഇനി യുദ്ധത്തടവുകാരിയായിട്ടുള്ള ആളുകളുടെ ഇദ്ദ മറ്റൊന്നാണ്. അവരുടേത് ഒറ്റ മാസക്കാലം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ആർത്തവ ചക്രം മാത്രമാണ്. ഒരു ആർത്തവം പൂർത്തിയായി ശുദ്ധിയാവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഉമ്മു സുലൈമിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത വതഅത്തദു ഫീ ബൈതിഹാ എന്ന ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇനി അടുത്തത്, ഇയാളിങ്ങനെ തട്ടിവിട്ടല്ലോ ആ യുദ്ധത്തിന്റെ രണാങ്കണത്തിന്റെ ഭൂമിയിൽ അവരുടെ ഭർത്താവിന്റെയും പിതാവിന്റെയും ജഡത്തിനരികിലൂടെ വലിച്ചു കൊണ്ടുവന്ന് ആ രണാങ്കണത്തിൽ വച്ചുകൊണ്ട് രമിച്ചു എന്നാണല്ലോ പറഞ്ഞത്. അതൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ സ്ക്രീൻഷോട്ട് ആണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. അങ്ങനെ പ്രവാചകൻ ഈ റെഡ് ലൈൻ ചെയ്തത് ഫഖറജ ബിഹാ,
സഫിയയുമായി അവിടെ നിന്ന് പുറപ്പെട്ടു. ഹത്താ ബലഗ്ന സദ്ദ സ്വഹ്ബാ. സ്വഹ്ബാഹ് എന്ന ഒരു അണക്കെട്ടുണ്ട്. ആ സ്വഹ്ബാഹിൽ എത്തുന്നത് വരെ, അങ്ങനെ സ്വഹ്ബാഹിൽ എത്തിയപ്പോൾ നേരം ഇരുട്ടായി. നമുക്കറിയാം പൗരാണിക കാലഘട്ടത്തിലൊന്നും ഇന്നത്തേതുപോലെയുള്ള യാത്രാ സാമഗ്രികളോ കാര്യങ്ങളോ ഇല്ലെന്നും അവർ കാൽനടയായി സഞ്ചരിക്കുമ്പോൾ ആഴ്ചകളും ദിവസങ്ങളോളം ഒക്കെ എടുത്തുകൊണ്ടാണ് മദീനയിൽ നിന്ന് ഖൈബറിലെത്തുക. ഇന്നത്തേതുപോലുള്ള 2 മണിക്കൂർ കൊണ്ടൊന്നും എത്താൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ആഴ്ചകളോളൊക്കെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ എടുത്തുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകൾ നടക്കുന്നത്. അങ്ങനെ സദ്ദു സഹ്ബയിൽ എത്തിയപ്പോൾ അവിടെ തങ്ങുകയാണ്. അപ്പോൾ ഉണ്ടായ സംഭവം പറയുന്നു ഹല്ലത്ത്. അപ്പോൾ അത് യുദ്ധഭൂമിയിലല്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ് ഇതേ ഹദീസുകളിൽ തന്നെയുണ്ട്. അദ്ദേഹം ഹദീസുകളിലുണ്ട് യുദ്ധഭൂമി. ഞാനീ പറയുന്നതൊക്കെയും നീണ്ടു നിവർന്നു കിടക്കുന്ന സഹീഹ് മുസ്ലിമിലും സഹീഹ് ബുഖാരിയിലും ഷറഹ് മുസ്ലിമിലും അതുപോലെ ഫതഹുൽ ബാരിയിലും ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അതേ ഹദീസ് തന്നെ കൃത്യമായി പറയുന്നു യുദ്ധഭൂമിയിലൊന്നും അല്ല. ഇങ്ങനെ ഒരു സദ്ദു സഹ്ബയിൽ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? ഹല്ലത്ത്. കണ്ടോ? അപ്പോൾ ഈ സഫിയ റളിയല്ലാഹു അൻഹ തന്റെ ആർത്തവത്തിൽ നിന്നും ശുദ്ധിയായി. അതായത് ഇദ്ദ കാലഘട്ടം കഴിഞ്ഞു. ആദ്യത്തെ ഹദീസ് നമ്മൾ കണ്ടു. ഇദ്ദ ആചരിക്കുവാൻ വേണ്ടി ഉമ്മു സുലൈമിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ അവർ യാത്ര തുടരുകയാണ്. യാത്ര തുടർന്ന് സദ്ദു സഹ്ബയിൽ എത്തിയപ്പോൾ ഹല്ലത്ത്, ഉമ്മു സുലൈമിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരുന്ന സഫിയ റളിയല്ലാഹു അൻഹ ആർത്തവത്തിൽ നിന്നും മുക്തിയായി, ശുദ്ധിയായി. അങ്ങനെ ശുദ്ധിയായപ്പോൾ ഫബനാ ബിഹാ, അപ്പോഴാണ് അവർ ദാമ്പത്യത്തിൽ ഏർപ്പെടുന്നത്. കണ്ടില്ലേ? ഇത്രയും മാത്രമേ ഹദീസിൽ പറഞ്ഞിട്ടുള്ളൂ. ഫബനാ ബിഹാ, അങ്ങനെ ആയിഷയുമായി ഒത്തുചേർന്നു. ഇത് മാത്രമേ ഹദീസിലുള്ളൂ. ഇതാണ് ഇയാൾ ഇതിനു മാത്രം രമിച്ചതിന്റെ കഥ പറഞ്ഞു. നീലചിത്രത്തെക്കാൾ ആഭാസകരമാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ പറഞ്ഞു പരത്തുന്നത് ഈ സംഭവത്തെ കുറിച്ചാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാണ്. സുമ്മ സ്വനഅ ഹൈസൻ ഫീ നതഇൻ സഗീർ. അത് കഴിഞ്ഞിട്ട് പിന്നീട് പിറ്റേന്ന് പ്രഭാതത്തിൽ എന്തു ചെയ്തു? ഒരു ചെറിയ വലീമത്ത് നടത്തി. അതൊരു ചെറിയ സുപ്രയിലായിരുന്നു. എന്നിട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദിൻ മൻ ഹൗലക ഫകാനത് തിൽക വലീമത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സഫിയ സുമ്മ ഖറജ്നാ ഇലൽ മദീന. അങ്ങനെ പിന്നെ മദീനയിലേക്ക് എത്തിച്ചേർന്നു. ഫറഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹവ്വി ലഹാ വറഅഹു ബിഅബാഅ സുമ്മ യജ്ലിസു ഇൻദ ബഈറത്തിൻ ഫയലഉ റുക്ബതഹു ഫതലഉ സഫിയ രിജ്ലഹാ അലാ റുക്ബതിഹി ഹത്താ തർകം. ഈ പറഞ്ഞ ഈ അവസാനം പറഞ്ഞതിൽ മറ്റൊരു കാര്യമുണ്ട്. അനിഷ്ടകരമായിട്ടോ അല്ലെങ്കിൽ അവരെ ബലാത്കാരമായിട്ടോ ഒന്നുമല്ല. പ്രവാചകന്റെ ലാളിത്യവും ആ പ്രവാചകന്റെ സ്നേഹവും എത്രത്തോളം ഉണ്ടെന്ന് കാണണം. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒട്ടകപ്പുറത്തേക്ക് കയറാൻ നേരത്ത് പ്രവാചകൻ തന്റെ ഒരു മുട്ട് കുത്തി നിന്നുകൊണ്ട് മറ്റൊരു മുട്ട് പൊക്കി വെച്ചുകൊണ്ട് അങ്ങനെ പ്രവാചകൻ സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് ഒട്ടകത്തിന്റെ പുറത്തേക്ക് കയറുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്, അതിനെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഇപ്പൊ പ്രവാചകൻ ഭൂമിയിൽ കുത്തിയിരുന്നു കൊണ്ട് ഒരു മുട്ട് താഴേക്ക് വെച്ചുകൊണ്ട് മറ്റൊരു മുട്ട് പൊക്കി വെച്ചുകൊണ്ട് ഇവിടെ കയറി നിൽക്കാൻ വേണ്ടി സഫിയോട് പറയുന്നതായിട്ട് ചരിത്രത്തിൽ കാണാം. അപ്പോൾ സഫിയൊക്കെ ഒരു ആശങ്ക തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. പ്രവാചകന്റെ കാലിൽ അങ്ങനെ കയറാൻ പറ്റുമോ എന്നവർ ആശങ്കിച്ചു നിന്നപ്പോൾ പ്രവാചകൻ നീ കയറൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഉപ്പൂറ്റിയിൽ പിടിച്ച് പൊക്കി വെക്കുകയാണ് തന്റെ കാലിലേക്ക്. ഈ പറയുന്ന മൗലവിയൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നുള്ള സംഗതി ഞാൻ പറയേണ്ടതില്ല സ്വന്തം ജീവിത പങ്കാളിയോട്. മഹാദല്ല, അത് മറ്റൊരു വിഷയമാണ്, നമ്മുടെ വിഷയമേ അല്ല. അപ്പോൾ എന്താണെങ്കിലും പ്രവാചകൻ ചെയ്തത് ഇങ്ങനെയാണ്. സഫിയയുടെ കാൽ, അങ്ങനെ സഫിയ മാറി നിന്നപ്പോൾ പ്രവാചകൻ ആ കാലെടുത്ത് പിടിച്ചുകൊണ്ട് തന്റെ കാലിൽ വപ്പിച്ചുകൊണ്ട് ഈ സഫിയയെ ഒട്ടകപ്പുറത്ത് കയറ്റി എന്നുള്ള സംഭവമാണ് ഹദീസുകളിൽ കാണാൻ കഴിയുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കുക. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു സംഗതിയുണ്ട്. ഇതൊക്കെ ഞാൻ ഈ പറയുന്നതൊക്കെ ഇത്തരത്തിലുള്ള നീലചിത്രങ്ങളും ആഭാസങ്ങളും ഒക്കെ സഹീഹ് മുസ്ലിമിലും അതിന്റെ വിശദീകരണത്തിലും ഒക്കെ കാണുന്നതാണെന്നാണല്ലോ പറയുന്നത്. എന്നാൽ സഹീഹ് മുസ്ലിമിൽ എന്താണ് സഹോദരന്മാരെ ഉള്ളത്? أصدقها نفسها اختلف في معناه فصحيح الذي اختاره المحققون أنه أعتقها تبرعا بلا عوض ولا شرط ثم تزوجها. അങ്ങനെ പ്രവാചകൻ സഫിയയെ വിമോചിതയാക്കുകയും മോചിപ്പിക്കുകയും സുമ്മ തസവ്വജഹ എന്നിട്ട് വിവാഹം ചെയ്യുകയും ബിറിദാഹ. ഇവിടെ ഹൈലൈറ്റ് എഴുതിയിട്ടുണ്ട് ബിറിദാഹ.
സഫിയയുടെ തൃപ്തി അതിലുണ്ടായിരുന്നു. സഫിയയുടെ തൃപ്തിയോടെയാണ് വിവാഹം ചെയ്തത്. ഇയാൾ ഈ ആഭാസം നീലചിത്രം എന്നൊക്കെ പറയുന്നതിൽ ഉള്ളത് നേരെ മറിച്ചാണ്. ഇതൊക്കെയാണ് ഇതിന്റെ അകത്തുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ഇതിൽ ഉൾച്ചേർന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ സംഗതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ മൗലവി ഈ തെറ്റ് തിരുത്താൻ മുന്നോട്ട് വരണം. പ്രവാചകന്റെയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെയും വിശ്വാസികളുടെ മാതാക്കളുടെയും മേൽ ഇയാൾ ആരോപിച്ച ഈ ആരോപണങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞുകൊണ്ട് മാപ്പ് പറയുകയും വിശ്വാസികളോട് മാപ്പ് പറഞ്ഞത് പിൻവലിക്കണമെന്ന് നാം കാലെ കൂട്ടി സൂചിപ്പിച്ചത്. ഈ സംഗതികളൊക്കെ മനസ്സിലാക്കുമ്പോൾ, ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് എന്റെ മനസ്സിലേക്ക് കയറി വരുന്ന മറ്റൊരു സംഗതിയുണ്ട്. ഇതൊക്കെ വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് തെളിവുകൾ ഇയാൾ ഇതൊന്നും വായിക്കുന്നില്ലേ? ഇയാൾ പിന്നെ എവിടെ നിന്നാണ് ഈ സോഴ്സുകൾ, ഇയാളുടെ ആരോപണത്തിനുള്ള സോഴ്സുകൾ? ഇതൊക്കെ ഹദീസിലുണ്ടെന്ന് പറയും. നമ്മൾ ഹദീസ് പരിശോധിക്കുമ്പോൾ നേരെ വിപരീതമാണ്. അപ്പൊ എനിക്ക് തോന്നിയത് ഇതൊക്കെ വായിക്കുമ്പോൾ ഇയാളുടെ ഒരു മാനസികാവസ്ഥ ഇതുപോലെയാണ് എന്നാണ്. അതപ്പൊ നോക്കുക നിങ്ങൾ അടുത്ത പിക്ചറിൽ കാണുന്ന ഒരു സംഗതി. ഒക്കെ തലതിരിച്ചാണ് ഇയാൾ വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഇതുപോലെ വായിച്ചു കഴിഞ്ഞാല് ഇതൊക്കെയാ സംഭവിക്കുള്ളൂ. അപ്പൊ ഇനി പറയാനുള്ള മറ്റൊരു സംഗതി, ഇങ്ങനെ ഒരൊറ്റ മിനിറ്റ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കള്ളങ്ങൾ ഇയാൾ പറഞ്ഞത്. ഇതൊക്കെ പച്ചക്കള്ളമാണ്. ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് വളരെ കൃത്യമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടു. ഇനി മാപ്പ് പറയുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അയാളുടെ ഇഷ്ടമാണ്. അത് നമുക്ക് ദീനിന്റെ കാര്യത്തിൽ തന്നെ പിന്നെ യാതൊരു ഇക്രാഹും ഇല്ലല്ലോ, ഇക്രാഹില്ലല്ലോ. അതുകൊണ്ട് ലാ ഇക്രാഹ ഫിദ്ദീൻ, അത് ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇസ്ലാമിക ഈ ഹദീസുകളുടെ നിദാന ശാസ്ത്രമുണ്ടല്ലോ, ഈ ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് കള്ളമൊന്നും പറയണ്ട. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും നിമിഷത്തിൽ ഒരു ചെറിയ കള്ളമെങ്കിലും പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടാൽ, ഇത് കൃത്യമായ കള്ളമാണല്ലോ, അപ്പൊ എപ്പോഴെങ്കിലും ഒരു കള്ളമെങ്കിലും പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളെ കുറിച്ച് നിദാന ശാസ്ത്രത്തിന് ഒരു സാങ്കേതിക പദാവലി ഉണ്ട്. അതനുസരിച്ചിട്ട് ആ വ്യക്തിയെ കദ്ദാബ് എന്നാണ് ഈ ഹദീസ് നിദാന ശാസ്ത്രത്തിൽ പറയുക. ഇങ്ങനെയുള്ള കദ്ദാബുകളുടെ പിന്നെ ഒരു ഹദീസും അല്ലെങ്കിൽ അയാളുടെ ഒരു വാക്കും പിന്നീട് പ്രമാണത്തിന് കൊള്ളില്ല. അയാൾ പറയുന്നത് ഒന്നും സ്വീകരിക്കാനേ കൊള്ളില്ല എന്നുള്ളതാണ് ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ തത്വം. അപ്പോൾ ഇനി ഇയാൾക്ക് ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ച് പറയാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശം എന്താണ് എന്നുള്ളത് ശ്രോതാക്കൾക്ക് ചിന്തിക്കാവുന്നതാണ്, ശ്രോതാക്കൾക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ അതിനൊരു വിധി തീർപ്പിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് സ്വയം ആ ഒരു വിധി തീർപ്പിലേക്ക് എത്താവുന്നതാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇത്തരത്തിലുള്ള പ്രവാചകനെതിരിലുള്ള ശത്രുക്കൾ എക്കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. സൂറത്തുൽ അൻആമിൽ ഒരു വാക്യം കേൾപ്പിക്കാം, എല്ലാവർക്കും അറിവുണ്ടാവും, എന്നാൽ ഒരു ഇടക്കിടക്ക് എന്നാണല്ലോ. وَكَذَلِكَ جَعَلْنَا لِكُلِّ نَبِيٍّ عَدُوًّا شَيَاطِينَ الْإِنسِ وَالْجِنِّ يُوحِي بَعْضُهُمْ إِلَى بَعْضٍ زُخْرُفَ الْقَوْلِ غُرُورًا. എത്ര കൃത്യമായ ആയത്താണ്. وَكَذَلِكَ جَعَلْنَا لِكُلِّ نَبِيٍّ عَدُوًّا شَيَاطِينَ الْإِنسِ وَالْجِنِّ. ജിന്നിലും മനുഷ്യരിലും പെട്ട പിശാചുക്കൾ എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്നു. പിശാചുക്കളായ ശത്രുക്കൾ, ജിന്ന് വർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട പിശാചുക്കളായ, അങ്ങനെ തന്നെ ഖുർആൻ പ്രയോഗിച്ചത്, ഷയാത്വീനൽ ഇൻസ്, മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുക്കളായ ശത്രുക്കൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് തീർന്നിട്ടില്ല ഖുർആൻ. എന്നിട്ട് പറയാണ് യൂഹി ബഅ്ദുഹും ഇലാ ബഅദ്. ഇവർ പരസ്പരം നല്ല കമ്മ്യൂണിക്കേഷനിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. എന്നിട്ട് നിർത്തിയിട്ടില്ല, സുഖ്റുഫൽ ഖൗലി ഖുറൂറാ. മോഹനമായ വഞ്ചനാത്മകമായ മോഹനവാക്കുകൾ വാരി വിതറിക്കൊണ്ടിരിക്കും.
ഇത്തരത്തിലുള്ള ഉപജാപക സംഘങ്ങൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലോടുകൂടി വഞ്ചനാത്മകമായ മോഹന വാക്കുകൾ വാരി വിതറിക്കൊണ്ടിരിക്കും. സുഖ്റുഫൽ ഖൗൽ എന്നാണ് ഖുർആൻ പറഞ്ഞത്. മോഹന വാക്കുകൾ, ഗുറൂർ, വഞ്ചനാത്മകം, അങ്ങനെ വഞ്ചനാത്മകമായ മോഹന വാക്കുകൾ ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കും. അത് മനുഷ്യരിൽപ്പെട്ട പിശാചുക്കളായിരിക്കും അത്തരം ആളുകൾ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഈ പറഞ്ഞ വസ്തുതകളൊക്കെ നിരർത്ഥകമാണ്, അടിസ്ഥാനരഹിതമാണ് എന്നുള്ള കാര്യം ഇവിടെ വളരെ കൃത്യമായി തെളിവ് സഹിതം, ഇനിയും നിരവധി തെളിവുണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും പോകുന്നില്ല, സമയത്തിന്റെ പരിമിതി മൂലമാണ്. ഇനി അടുത്തൊരു വിഷയത്തിലേക്ക് വരാം. അത് ഇതിനേക്കാളും വലിയ രസമുള്ളതാണ്. ഇയാൾ ഈ പറഞ്ഞതൊക്കെ, ഇയാൾ ഈ ആരോപണമായിരുന്നു, അതിലൊന്നും സത്യമില്ലെന്ന് നമ്മൾ തെളിയിച്ചല്ലോ. ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തന്നെ സങ്കല്പിക്കുക. സങ്കല്പനമാണ് കേട്ടോ. അതിന്റെ ഒരു എക്സ്ട്രീമിലേക്ക് നമ്മൾ മാറി നിൽക്കുകയാണ്. അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ട് ഇയാളുടെ ഈ ആരോപണങ്ങൾ, ഈ 5 or 6 ആരോപണങ്ങൾ സത്യമായിരുന്നു എന്ന് സങ്കല്പിക്കുക. എന്നാൽ പോലും, ഇനി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, എന്നാൽ പോലും ഈ ഹദീസുകളെ നിരാകരിക്കുവാനോ വിമർശിക്കുവാനോ ഉള്ള ധാർമ്മികമായ അവകാശം ഇയാൾക്കില്ല. എന്തുകൊണ്ടില്ല എന്നുള്ളതിന്റെ കാരണം ഇയാൾ ഒരു സർവവേദ സത്യവാദിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. ഇയാൾ ആരാണ്? സർവവേദ സത്യവാദിയാണ്. അത് ഇയാളുടെ വാക്കുകളിൽ നിന്ന് തന്നെ കേട്ടതിന് ശേഷം നമുക്ക് എന്തുകൊണ്ടില്ല എന്നുള്ളതിന്റെ തെളിവിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് സർവമത സത്യവാദമല്ല, മറിച്ച് സർവവേദ സത്യവാദമാണ് അകംപൊരുൾ മുന്നോട്ട് വെക്കുന്ന സത്യം. അതെ, സർവമത സത്യവാദം എന്ന ആരൊക്കെ ഇവരെ കുറിച്ച് വിമർശിച്ചപ്പോൾ പുള്ളി അതിന് മറുപടി പറയാണ്, സർവമത സത്യവാദം ഒന്നുമല്ല, സർവവേദ സത്യവാദമാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ മാറ്റം വരുത്തരുത് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരണം. അപ്പൊ നമ്മൾ അസ്ലിം തസ്ലം എന്നാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ എന്താണെങ്കിലും ഇനി മാറ്റം വരില്ല, ഉറപ്പാണല്ലോ. അതുകൊണ്ട് സർവമത സത്യവാദമല്ല, മറിച്ച് സർവവേദ സത്യവാദമാണ് അകംപൊരുൾ മുന്നോട്ട് വെക്കുന്ന സത്യം. അപ്പൊ നമ്മൾ കേട്ടു, സർവവേദ സത്യവാദമാണ് മുന്നോട്ട് വെക്കുന്നത്. സർവവേദങ്ങളും സത്യമാണെന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. അതായത് ഖുർആൻ മാത്രമല്ല, ബൈബിൾ, ന്യൂ ടെസ്റ്റമെന്റ്, ഓൾഡ് ടെസ്റ്റമെന്റ്, അതുപോലെ ഭാരതത്തിലെ ബ്രാഹ്മണിക്കൽ വേദങ്ങൾ. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, നിങ്ങൾ ഈ ഹൈന്ദവ വേദങ്ങൾ എന്നൊന്നും പറയല്ലേ, ബ്രാഹ്മണിക്കൽ വേദങ്ങൾ എന്ന് പറയണമെന്നാണ് എന്നോട് ഉപദേശിച്ചത്. അത് വളരെ പ്രസക്തമായൊരു പോയിന്റ് ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രാഹ്മണിക്കൽ വേദങ്ങൾ ഇതൊക്കെ സത്യവേദമാണെന്നാണല്ലോ ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. അങ്ങനെയെങ്കിൽ ബൈബിളിലെ പഴയ നിയമത്തിൽ 2 ശമൂവേലിൽ 11-ാമത്തെ അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെ ഒരു കഥ പറയുന്നുണ്ട്. ബൈബിളിലെ 2 ശമൂവേലിലുള്ള ഒരു കഥയാണ്. എന്താണത്? ഡേവിഡ് രാജാവ് എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല, നമ്മുടെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഡേവിഡ് രാജാവ് ഒരു ദിവസം സന്ധ്യയാകാറായപ്പോൾ തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുകയായിരുന്നു. അങ്ങനെ മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം താഴേക്ക് നോക്കിയപ്പോൾ ഒരു സ്ത്രീ തന്റെ സ്വകാര്യതയിൽ നിന്നുകൊണ്ട് കുളിക്കുകയാണ്. പക്ഷെ ഇദ്ദേഹം മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആ സ്ത്രീയുടെ സ്വകാര്യതയൊക്കെ ഇയാൾക്ക് കാണാൻ കഴിഞ്ഞു. ആരാണ് ഇയാള്? ദാവൂദ് നബിയാണ്, അല്ലെങ്കിൽ ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡേവിഡ് പ്രവാചകനാണ്. അങ്ങനെ നോക്കിയപ്പോൾ പുള്ളിക്ക് തരക്കേടില്ലല്ലോ എന്ന് തോന്നി. നമ്മുടെ നാട്ടിൽ നാടൻ ഭാഷയിൽ ആളുകൾ പറയാറുണ്ട് കുളിസീൻ എന്നൊക്കെ. അതാണ് ഈ രാജാവ് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് രാജാവാണല്ലോ, ആരവിടെ? ഉത്തരവ് പ്രഭോ. അങ്ങനെ ഇന്നടുത്ത് ഞാനൊരു ആളെ കണ്ടു, സ്ത്രീയെ കണ്ടു, ആ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കൊട്ടാരത്തിലേക്ക് ഹാജരാക്കി നോക്കുമ്പോൾ ആരായിരുന്നു ഈ സ്ത്രീ? ഈ സ്ത്രീയുടെ പേര് ബേത്ത് ഷേബ എന്നായിരുന്നു. ബൈബിളിൽ ഉള്ളതാണ് കേട്ടോ, ബേത്ത് ഷേബ എന്നായിരുന്നു. ആരുടെ ഭാര്യയാണിത്? തന്റെ വളരെ ഇഷ്ടപ്പെട്ട
ഒരു സൈനികന്റെ ഭാര്യയാണ്. ആ സൈനികന്റെ പേര് ഊരിയാവ് എന്നാണ്. അപ്പൊ ഊരിയാവ് എന്ന ഈ സൈനികൻ ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം യുദ്ധമുഖത്താണ്. ഇത് സംഭവം നടക്കുന്നത് യെരൂശലേമിനാണ്. യെരൂശലേമിൽ നിന്നും പുറത്തുള്ള മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ഗോത്രക്കാരുമായി തന്റെ ഈ സൈന്യം ഏറ്റുമുട്ടുന്ന സൈന്യത്തിന്റെ ഒരു മുൻനിരയിലുള്ള നല്ല പടയാളിയാണ് ഊരിയാവ്. ആ ഊരിയാവിന്റെ ഭാര്യയാണിത്. എന്താണെങ്കിലും ഇത് രാജാവാണല്ലോ ഡേവിഡിന് താല്പര്യം തോന്നി, കാമാർത്തിപുണ്ട. ഇത് പറയുമ്പോൾ മറ്റൊരു സംഗതി പറയേണ്ടതുണ്ട്. ഇത് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളെ വിമർശിക്കാനോ ആക്ഷേപിക്കാനോ ഒന്നുമല്ല കേട്ടോ. സർവവേദ സത്യവാദിയായ ഇയാൾക്ക് ഒരു മറുപടി എന്നുള്ള നിലക്കാണ് ഇത് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ ഡേവിഡ് രാജാവ് അങ്ങനെ ഈ സ്ത്രീയെ തന്റെ കിടപ്പറയിലേക്ക് ക്ഷണിച്ച് ഈ സ്ത്രീയുമായി ശയിച്ചു. അങ്ങനെ ശയനമൊക്കെ കഴിഞ്ഞ് ആ സ്ത്രീ പുറത്തേക്ക് പോയി. അങ്ങനെ പിന്നീട് ആ സ്ത്രീ ആളയച്ചു, ഞാൻ ഗർഭവതി ആയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആലോചിക്കണം, ഭർത്താവ് നാട്ടിലില്ല, ഭർത്താവ് പ്രവാസിയാണ്. അതായത് യെരൂശലേമിന് പുറത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആകെ കുഴങ്ങിയല്ലോ. ഇത് രാജാവിന് ഒരു പ്രശ്നമാകും. കാരണം രാജാവിന്റെ വളരെ ഇഷ്ടത്തോഴനായിരിക്കുന്ന സൈനികന്റെ ഭാര്യയാണിത്, ഊരിയാവിന്റെ ഭാര്യയാണ്. അപ്പോൾ ഉടനെ സൈനിക കമാൻഡർക്ക് രാജാവ് ഒരു ലെറ്റർ കൊടുത്തയക്കുന്നുണ്ട്. ആ ലെറ്ററൊക്കെ വളരെ അത്ഭുതകരമാണ്. ഇതൊക്കെ ആ ലെറ്ററിന്റെ വരെ ആർട്ടിസ്റ്റുകൾ അതൊക്കെ എല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് ദാവീദ് രാജാവ് കൊടുത്തയക്കുന്ന ലെറ്റർ. അപ്പൊ ഇങ്ങനെ ദാവീദ് രാജാവ് ഊരിയാവിന് ലെറ്റർ കൊടുത്തയക്കുകയാണ്. എന്താണ് ലെറ്റർ? ഊരിയാവ് എത്രയും വേഗം കൊട്ടാരത്തിലേക്ക് വരണം. അങ്ങനെ ഊരിയാവ് കൊട്ടാരത്തിലേക്ക് വന്നു. ചുരുക്കി പറയാൻ കഥ, ഊരിയാവ് കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ ഊരിയാവിനോട് നല്ല ആഹാരവും മദ്യവും ഒക്കെ കൊടുത്ത്, എന്നിട്ട് രാജാവ് പറഞ്ഞു, ദാവീദ് രാജാവ് ഊരിയാവിനോട് പറഞ്ഞു, നീ യുദ്ധമൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് നിന്റെ ഭാര്യയോടൊപ്പം ഒക്കെ അല്പം ഒന്ന് ടൈം പാസ് ആക്കാൻ പറഞ്ഞു. കാരണം പുള്ളിക്കാരനത് തലയിൽ നിന്ന് മാറ്റി വെക്കണം. സ്ത്രീ ഗർഭവതി ആയല്ലോ. അപ്പൊ ഈ ഗർഭം തന്റെ തലയിൽ നിന്ന് മാറ്റി സ്വന്തം ഭർത്താവിന്റെ തലയിലേക്ക് വെക്കാനുള്ള ഒരു അടവായിട്ടാണ് ഈ സംഗതി പറയുന്നത്. അങ്ങനെ പോകാൻ പറഞ്ഞപ്പോൾ ഊരിയാവ് എന്ന രാജഭക്തനുമായ ഊരിയാവ് എന്ത് പറഞ്ഞു? അയ്യോ പ്രഭോ, എനിക്ക് എന്റെ കുടുംബത്തിലേക്ക് പോയി എന്റെ ഭാര്യയോടൊപ്പം ശയിക്കുവാനുള്ള സമയമല്ലിത്. എന്റെ സഹഭടന്മാർ അവിടെ യുദ്ധത്തിലാണ്. അപ്പോൾ ഞാൻ എന്റെ കുടുംബത്തിലേക്ക് പോകില്ല പ്രഭോ എന്ന് പറഞ്ഞുകൊണ്ട് ആ രാത്രി ആ രാജകൊട്ടാരത്തിന്റെ തന്നെ ഒരു തിണ്ണയിൽ കിടന്നുറങ്ങി എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ രാജാവ് വിടാൻ തീരുമാനിച്ചില്ല. പിറ്റേന്ന് വീണ്ടും അദ്ദേഹത്തിന് ശരിക്കും മദ്യമൊക്കെ കൊടുത്തു. നീ നിന്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അദ്ദേഹം പിറ്റേ ദിവസവും പോയില്ല. അങ്ങനെ 3-ാം ദിവസമോ മറ്റോ ഇദ്ദേഹത്തെ വീണ്ടും രാജാവ് ഈ രണാങ്കണത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഒരു ലെറ്ററും കൊടുത്തയച്ചു. ഊരിയാവിന്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തയച്ചു. അത് തന്റെ ഈ സേനാനായകന് കൊടുക്കുവാനുള്ള ഒരു ലെറ്ററാണ് കൊടുത്തയക്കുന്നത്. എന്താ കൊടുത്തയക്കുന്നത്? അപ്പൊ ആ ലെറ്ററിലുണ്ട്, ഈ ലെറ്ററുമായി എത്തുന്ന ഊരിയാവിനെ ഇനി യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ, അങ്ങനെ കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് യുദ്ധത്തിന്റെ മുന്നണിയിൽ നിർത്തുകയും അങ്ങനെ കൊടുമ്പിരിക്കൊണ്ട് ശത്രുക്കൾ മുന്നേറി വരുമ്പോൾ ഊരിയാവിനെ ഒറ്റപ്പെടുത്തി നിങ്ങൾ പിന്മാറുകയും ചെയ്യണം. എന്തിനാത്? ഊരിയാവിനെ കൊന്നുകളയേണ്ടതുണ്ട്. കാരണം ഇനി ഊരിയാവ് തിരിച്ചു വന്നാലൊക്കെ ഇവിടെ പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഊരിയാവിനെ കൊന്നുകളയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കൊടുത്തയക്കുകയും അങ്ങനെ ആ കത്ത് കൊടുത്തയച്ച് അതിന്റെ കമാൻഡർ അത് വായിക്കുകയും അങ്ങനെ തന്നെ നടപ്പിലാക്കുകയും ചെയ്തതായിട്ട് നമുക്ക് 2 ശമൂവേലിന്റെ 11-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഇത് സത്യമാണ് എന്നാണ് ഇയാൾ പറയുന്നത്. സർവവേദ സത്യവാദിയാണല്ലോ. ഇങ്ങനെയുള്ള ഒരു സർവവേദ സത്യവാദിക്ക് ഇയാൾ പറഞ്ഞത് കള്ളമാണ്. ഇനി അത് സത്യമാണെന്ന് സങ്കല്പിച്ചാൽ പോലും അതിനെ എതിർക്കാനുള്ള എന്ത് ധാർമ്മികമായ അവകാശമാണുള്ളത്? ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇനി ഇതുപോലെ 1 ശമൂവേലിന്റെ 15-ാമത്തെ വാക്യം, 1 ശമൂവേലിന്റെ 15-ാം അധ്യായത്തിൽ 1 മുതൽ 35 വരെ ഇങ്ങനെ കാണാം. സൈന്യങ്ങളുടെ യഹോവയായിട്ടുള്ള യഹോവ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിൽ പിടിച്ചിരിക്കുന്ന എല്ലാവരെയും കൊല്ലണം എന്ന് പറഞ്ഞിട്ട് അവിടെ യഹോവയാണ് നിർദ്ദേശം കൊടുക്കുന്നത്. എന്താണ് പറയുന്നത്? അവിടെ 2 ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു. 2 ലക്ഷം ആളുകളെയും കൊല്ലണം.
അതിൽ നിങ്ങൾ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ പിഞ്ച് പൈതങ്ങളെന്നോ ഒന്നും നോക്കാവതല്ല, എല്ലാവരെയും കൊല്ലണം. എന്നിട്ടോ വീണ്ടും പറഞ്ഞു, നിങ്ങൾ അവരുടെ ആട്, മാട്, കഴുത ഇതിനെയൊക്കെ കൊല്ലണം. ആലോചിച്ച് നോക്കുക, ആട്, മാട്, കഴുത ഇതിനെയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞതായിട്ട് 1 ശമൂവേലിന്റെ 15-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെയുള്ള സർവവേദ സത്യവാദിയായ ഈ മൗലവിക്ക് എന്തർഹതയാണ്? ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ ആണെന്ന് സങ്കല്പിച്ചാൽ ഇൻവെർട്ടഡ് കോമാസ് ഈ സംഗതി വിമർശിക്കാനുള്ളത്. വീണ്ടും നമുക്ക് കാണാം സംഖ്യാപുസ്തകത്തിന്റെ മറ്റൊരു സംഗതി. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 31-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു സംഗതിയുണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ആ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ട ആൺജാതികളെ ഒക്കെ കൊന്നുകളഞ്ഞു. അങ്ങനെ സേനാ കമാൻഡർമാരും ഒക്കെ യുദ്ധ തടവുകാരികളായിട്ടുള്ള സ്ത്രീകളെ കൊണ്ടുവരികയാണ്, സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുവരികയാണ് മോശെ പ്രവാചകന്റെ അടുത്തേക്ക്. അപ്പോൾ മോശെ പ്രവാചകൻ കോപാകുലനായിക്കൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളെ കൊല്ലാതെ നിങ്ങൾ വിട്ടത് എന്തുകൊണ്ടാണ് എന്ന് മോശെ പ്രവാചകൻ ചോദിക്കാം. സ്ത്രീകളെ കൊല്ലാത്തതിന് മോശെ പ്രവാചകന് ദേഷ്യം. അങ്ങനെ കോപാകുലനായിക്കൊണ്ട് ചോദിക്കുന്ന മോശെ പ്രവാചകനെ കാണാം. എന്നിട്ട് ആ മോശെ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ എല്ലാവരെയും കൊല്ലണം. ആകയാൽ ഇപ്പോൾ കണ്ടോ, ഈ സ്ക്രീൻഷോട്ട് കാണുക, ഇപ്പോൾ കുഞ്ഞുങ്ങളിലുള്ള ആണിനെയൊക്കെയും പുരുഷനോട് കൂടെ ശയിച്ചിട്ടുള്ള സകല സ്ത്രീകളെയും കൊന്നുകളയുവിൻ. ഇപ്പോൾ കുഞ്ഞായിട്ടുള്ള ആൺകുട്ടികൾ, അതുപോലെ പുരുഷനോടൊപ്പം ശയിച്ചിട്ടുള്ള സകല സ്ത്രീകളെയും കൊന്നുകളയുവിൻ എന്നാണ് വേദം പറയുന്നത്. എന്നിട്ട് തീർന്നിട്ടില്ല, ഇനി പുരുഷനോട് കൂടെ ശയിക്കാത്ത പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ വച്ചുകൊള്ളുവിൻ. ഇതിന്റെ ഒരു ഇംഗ്ലീഷ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ബട്ട് ഓൾ ദ വിമൻ ചിൽഡ്രൻ ദാറ്റ് ഹാവ് നോട്ട് നോൺ എ മാൻ ബൈ ലയിങ് വിത്ത് ഹിം കീപ് അലൈവ് ഫോർ യുവർസെൽവ്സ്. കീപ് അലൈവ് എന്ന് മാത്രമേ മലയാളത്തിലുള്ളൂ. ജീവനോടെ വച്ചുകൊള്ളുവിൻ. ജീവനോടെ വയ്ക്കുന്നത് എന്തിനാണ് എന്ന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലുണ്ട്, ഫോർ യുവർസെൽഫ്. നിങ്ങൾക്ക് സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ വച്ചോ, അല്ലാത്ത വലിയ സ്ത്രീകളെ ഒക്കെ കൊന്നുകളഞ്ഞോ എന്ന് പറയുന്ന ഈ സർവവേദ സത്യവാദിയായ, ഈ വേദം സത്യമാണെന്ന് വാദിക്കുന്ന, അതിനുവേണ്ടി ഇസ്ലാമിക സമൂഹത്തിൽ ഫിത്ന സൃഷ്ടിക്കുന്ന ഈ മൗലവിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഇതിനെ വിമർശിക്കാൻ? ഇൻവെർട്ടഡ് കോമാസ് വീണ്ടും ഈ പറയുന്നത് സത്യമാണെന്ന് സങ്കല്പിച്ചാലത്തെ കാര്യമാണ്, സത്യമല്ല എന്ന് നമ്മൾ ആദ്യമേ തെളിയിച്ചു. ഇനി ഇവിടെ മറ്റൊരു സംഗതിയുണ്ട്. ഇവിടെയുള്ള മലയാള പരിഭാഷ, ഇത് നമ്മുടെ വിഷയത്തിന് പുറത്താണ്. ഈ ബൈബിളുകളിൽ എങ്ങനെ മാറ്റത്തിരുത്തലുകൾ, ആദ്യം യുഹർറിഫൂനൽ കെലിമ എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ, ഇതിന് ഇന്റർപൊളേഷൻസ് എന്ന് പറയും. ഇങ്ങനെ ബൈബിളുകളിൽ എങ്ങനെ കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയ തെളിവാണ്. ജീവനോടെ വച്ചുകൊള്ളുവിൻ എന്ന് പറയുമ്പോൾ അവരെ ജീവിപ്പിക്കുക. അതിപ്പോ യത്തീംഖാനയിൽ ഇട്ട് ജീവിപ്പിച്ചാലും ജീവിപ്പിക്കലാവും. അസമയം ഫോർ യുവർസെൽവ്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി ജീവിപ്പിക്കുക എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അവരെ അടിമകളാക്കിയോ നിങ്ങളുടെ ഭാര്യമാരാക്കിയോ ഒക്കെ വയ്ക്കാമെന്ന്. ഇനി ഇതിങ്ങനെ ഈ ഒരു ഡിഫറൻസ് ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എന്റെ കയ്യിലുള്ള ഒരു മലയാള ബൈബിൾ ഉണ്ട് എന്റെ കയ്യിൽ. ഇത് സോഫ്റ്റ്വെയറിൽ നിന്നുള്ളതാണ്. ആ മലയാള ബൈബിൾ എന്താണുള്ളതെന്ന് നോക്കിയപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷ് വേർഡ്സിന്റെ അതേ സെയിം ട്രാൻസ്ലേഷൻ തന്നെയാണ്. അത് കുറച്ച് പഴക്കമുള്ളതാണ്. അപ്പൊ പുതിയതാകും തോറും ഈ സംഗതികൾ ഇവർ മാറ്റി മറിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. കണ്ടോ? അതിനാൽ സകല ആൺകുഞ്ഞുങ്ങളെയും പുരുഷനെ അറിഞ്ഞ സ്ത്രീകളെയും വധിക്കുക. പുരുഷനെ അറിഞ്ഞ സ്ത്രീ എന്ന് വെച്ചാൽ വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെ വധിക്കുക. എന്നാൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികളെ നിങ്ങൾക്കായി, കണ്ടോ, നിങ്ങൾക്കായി ജീവനോടെ സൂക്ഷിച്ചുകൊള്ളുക. ഈ നിങ്ങൾക്കായി എന്നുള്ള സംഗതി അവിടെ വിട്ടു കളഞ്ഞിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഫോർ യുവർസെൽവ്സ്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു സംഗതി നോക്കുക. സ്ത്രീകളെയും പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികൾ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലും പ്രശ്നമുണ്ട്. ബട്ട് ഓൾ ദ വിമൻ ചിൽഡ്രൻ. ഈ വിമൻ സ്ത്രീ കുട്ടികൾ, ഈ വിമൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നുള്ള അർത്ഥത്തില് പെൺ എന്ന് പറയുന്നതിനേക്കാൾ ഇവിടെ കൂടുതൽ അങ്ങനെ വരുന്ന ഒരു നല്ല ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നത് ഫീമെയിൽ ചിൽഡ്രൻ എന്നായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവര് എന്തൊക്കെയോ ധ്വനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള
ഉള്ള ചില ശ്രമങ്ങളും ഇവിടെയൊക്കെ നടത്തിയിട്ടുണ്ട്. അത് നമ്മുടെ മറ്റൊരു വിഷയമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ വേദങ്ങളിലുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വേദങ്ങളൊക്കെ സത്യമാണെന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ആദ്യം പറഞ്ഞ സഫിയയുടെ സംഭവത്തിൽ ഇയാൾ ഉദ്ധരിച്ച കള്ളങ്ങളൊക്കെ സത്യമാണെന്ന് സങ്കല്പിച്ചാൽ പോലും അതിനെയൊന്നും വിമർശിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ തെളിവുകളൊക്കെ പറഞ്ഞത്. ഇനി സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ വളരെ സ്കിപ്പായി പോവുകയാണ്. അടുത്ത വിഷയത്തിലേക്ക് വരാം. ഇനി ഈ വിഷയത്തിൽ അവശേഷിക്കുന്നത് യുക്തിവാദികളുടെ, നാസ്തികന്മാരുടെ ചില നിരീക്ഷണങ്ങളും അല്ലെങ്കിൽ അവരുടെ ചില വിമർശനങ്ങളുമാണ്. സത്യത്തിൽ സഫിയ റളിയല്ലാഹു അൻഹയുടെ അല്ലെന്നല്ല, പ്രവാചകന്റെ ഒരു വിവാഹത്തെയും വിമർശിക്കുവാൻ അവർക്ക് ധാർമ്മികമായി യാതൊരു അവകാശവും ഇല്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംഭവം വിശദീകരിച്ചപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. കാരണം അവരുടെ ഫാദേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ആളുകളൊക്കെ, അത് ബർട്ടൺ റസ്സൽ ആകട്ടെ, അതുപോലുള്ള മറ്റുള്ള ആളുകളൊക്കെ ആകട്ടെ, ദർ ഇസ് നോ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി. ഒബ്ജക്റ്റീവ് മൊറാലിറ്റി ഒന്നൊന്നില്ല, വസ്തുനിഷ്ഠമായ ധാർമ്മികത എന്നൊന്നില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെയോ സബ്ജക്റ്റീവാണ്. മൊറാലിറ്റീസ് ഒക്കെ സബ്ജക്റ്റീവാണ്. നന്മതിന്മകൾ അല്ലെങ്കിൽ ധാർമ്മിക ബോധങ്ങളൊക്കെയും സബ്ജക്റ്റീവാണ്, അഥവാ വ്യക്തിനിഷ്ഠമാണ്. വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം എന്നാണല്ലോ അവരുടെ വാദം. എങ്കിൽ പിന്നെ പ്രവാചകന്റെയോ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവർ ചെയ്യുന്നതിനെ വിമർശിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് നമ്മൾ വളരെ കൃത്യമായി സൂചിപ്പിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇവർ പറയുന്നത് എന്താണ്? കേരളത്തിലെ നല്ല ലോകത്തുള്ള മൊത്തം നിരീശ്വരവാദികളൊക്കെ പറയുന്നത് വിലക്കുകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്നാണ്. സങ്കീർണമായ സാമൂഹ്യ പ്രശ്നങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ കഴിയാത്ത യുക്തിവാദികൾ വില കുറഞ്ഞ വിലക്കുകൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത് വിചിത്രമാണ്. യുക്തിവാദികൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ ചിലർ ശഠിക്കുന്നു. യുക്തിവാദി പുകവലിക്കരുത്, മദ്യപിക്കരുത് എന്നൊക്കെയാണ് വാദിക്കുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ട് പറയുന്ന ഈ സംഗതികൾ ഇതൊക്കെ ഇപ്പൊ സാധാരണ അല്ലേ എന്ന് വിചാരിക്കാം. എന്നാൽ അടുത്തത് കാണുക. ഇതിന്റെ സ്ക്രീൻഷോട്ടിൽ അത്ര ക്ലാരിറ്റി വന്നിട്ടില്ല. ആദ്യത്തെ ആ പാരഗ്രാഫിന്റെ ബാക്കിയാണിത്. കണ്ടോ? യുക്തിവാദി പുകവലിക്കരുത്, മദ്യപിക്കരുത് എന്നൊക്കെ പറയുന്നതിന്റെ ബാക്കി. മദ്യപിക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത് തുടങ്ങിയ അരുതുകൾ മതപരമായ വിലക്കുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ മദ്യപിക്കരുത് എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് മോഷ്ടിക്കരുത്, കേൾക്കുക, മോഷ്ടിക്കരുത് എന്ന് പറയുന്നത് മതപരമായ വിലക്കാണ് പോലും. അപ്പൊ ആർക്കും മോഷ്ടിക്കാം. ഇവര് പറഞ്ഞു എന്താണ് ഈ നിഷ്കുകൾ പറയുന്നത് എന്ന് ഇവർക്ക് തന്നെ ബോധമില്ലാതായിരിക്കുന്നു. വ്യഭിചരിക്കരുത്, ഉണ്ടോ? ഇതൊക്കെ മതപരമായ വിലക്കുകളാണ്. നമ്മൾക്ക് ഈ വിലക്കൊന്നും ബാധകമല്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഒരു സംവാദം യൂട്യൂബിൽ ആർക്ക് നോക്കിയാലും കിട്ടും. നമ്മുടെ ഹംസ റിറ്റ്സ് ആണ് ഇത്. ഹംസ റിറ്റ്സ്, അദ്ദേഹം ഓസ്ട്രേലിയക്കാരനാണ്, അല്ല ഇത് ഗ്രീക്കുകാരനാണ്. അപ്പോ ഇദ്ദേഹവുമായിട്ട് നടന്ന ലോറൻ ക്രൂസ് നടന്ന ഒരു ഡിബേറ്റ് ആണ്. ആ ഡിബേറ്റിൽ ഈ ഹംസ ചോദിച്ചതാണ്, അപ്പൊ നിരീശ്വരവാദ പ്രകാരം ഇൻസെസ്റ്റ് സെക്സ് തെറ്റാകുമോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന്. അത് തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. പരസ്പര സമ്മതമുണ്ടെങ്കിൽ ആർക്കും അത്തരം ബന്ധങ്ങളാകാവുന്നതാണ്. ഇത് നമ്മള് ഈ ഡിബേറ്റ് ഒക്കെ കണ്ട സമയത്ത് നമ്മൾ വിചാരിച്ചത് ഇത് യൂറോപ്പിൽ നടക്കുന്ന ഡിബേറ്റുകളിൽ യൂറോപ്പിൽ മാത്രമാണ് ഇത്തരം സംഗതികളൊക്കെ. ഇൻസെസ്റ്റ് ഈ സെക്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ പരാമർശിച്ചിട്ടുണ്ട്. അഗമ്യഗമനം, അതായത് രക്തബന്ധുക്കളുമായിട്ടുള്ള മാതാപിതാവും മാതാക്കളും ഒക്കെ ആയിട്ട് നടത്തുന്ന സംഗതി. അപ്പൊ ഇങ്ങനെയൊക്കെ ആകാമെന്ന് യൂറോപ്പിൽ മാത്രമാണ് പറയുന്നതെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലേക്കും ഇത്തരത്തിലുള്ള സംഗതികൾ പറയാനും ഒരു അറപ്പും ഉളുപ്പും ഇല്ലാത്ത ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇൻസെസ്റ്റ്, നെക്രോഫീലിയ, ഇൻസെസ്റ്റും പിന്നെ ശവരതിയും, ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് തമ്മിലാവാം. അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. ആ രീതിയിൽ സമൂഹം ഉയരണം. ഇത് സമൂഹത്തിന്റെ ഒരു അധോഗതിയായിട്ടാണ് ഈ ടീം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് ശവരതി പോലും അതിനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടാകണമെന്നാണ്. അപ്പോ പിന്നെ
ഈ മൗലവി പറയുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യുക്തിവാദികൾ സഫിയയെ പ്രവാചകൻ എന്ത് ചെയ്തു എന്നിവർ ഇങ്ങനെ ആരോപണമാണ്. അതിലേക്ക് എന്താ പ്രശ്നം? അപ്പോൾ ഇനിയും നമ്മൾ പുരോഗമിക്കുന്നതാണ്. അപ്പൊ ഇത് പറയുന്ന ആളുകളാണ് ഇതൊക്കെ ഇതുപോലെ ഈ സംഗതിയെ നിഷേധിക്കുന്നത്. അതിനൊരു കോയയും കൂട്ടുണ്ട്, പേര് മാത്രാട്ടോ. അതുകൂടി പറഞ്ഞാൽ അതിനാണ് മതം വിട്ടത് എന്നൊക്കെ പറഞ്ഞു കളയും. അതൊക്കെ പറയാനും മനസ്സിലാക്കാനും അറിയാത്തവരോട് ഇതൊക്കെ എന്താണ് എന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് വട്ടാവും. വേറൊരു കാര്യവുമില്ല. ഏത് എന്ന് ആലോചിച്ച് നോക്കുക. ഇതൊന്നും ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ്. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയ കേമന്മാർക്ക് ഇത്തരത്തിലുള്ള സംഗതികളെ ഒന്നും വിമർശിക്കാൻ പിന്നെ യാതൊരു അവകാശവും ഇല്ല. പക്ഷേ ഇത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് കേൾപ്പിച്ചതുമാണ്. യൂറോപ്പിൽ മാത്രമാണ് ലോറൻ ക്രൂസ് പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ മാത്രമാണ് പറയുന്നതെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ നമ്മുടെ നാട്ടിലും അത്തരത്തിലൊക്കെ വന്നു തുടങ്ങി എന്നുള്ളത് യുക്തിവാദ പ്രഭാഷകനായ മനു പ്രസാദ് പറയുന്നത്, നമ്മൾ ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു. അവർക്ക് ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർക്ക് ഒരു രീതിയുണ്ട്, ഇല്ലേ? 100 സ്വതന്ത്ര ചിന്തകൾ ഉണ്ടെങ്കിൽ 1001 സ്വതന്ത്ര ചിന്തകളാണുള്ളതെന്നാണ് പറയുന്നത്. കേട്ടില്ലേ? നമ്മള് ഇതിനൊന്നും എതിർക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒട്ടും പിന്നോട്ട് നിൽക്കേണ്ടതില്ല. 100 സ്വതന്ത്ര ചിന്തകരുണ്ടെങ്കിൽ 1001 സ്വതന്ത്ര ചിന്ത ഉണ്ടെന്നാണ് പറയുന്നത്. അതുണ്ടാവൂലോ? അതിപ്പോ ഒരു പോരായ്മയായിട്ടാണ് പുള്ളി പറയുന്നത്. അതുണ്ടാവൂലോ. കാരണം എന്താണ്? there is no objective morality. ഒബ്ജക്റ്റീവ് മൊറാലിറ്റി, വസ്തുനിഷ്ഠമായ ധാർമ്മികത എന്നൊന്നില്ല. എല്ലാ ധാർമ്മികതയും കണക്കാക്കുന്നത് സബ്ജക്റ്റീവ് ആയിട്ടാണ്, വ്യക്തിനിഷ്ഠമായിട്ടാണെന്നാണല്ലോ ഇവരുടെ തത്വം. ഈ ബർട്രൻഡ് റസൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു വെച്ചത് അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ഇവരുടെ എല്ലാ ആളുകളും പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്റെ ധാർമ്മികതയായി, അവൻ അവന്റെ ധാർമ്മികതയായി, മറ്റവന് മറ്റവന്റെ ധാർമ്മികതയായി. അപ്പോൾ 100-ന് പകരം 1000 അല്ല 10,000 ആളുകളും ചിന്തകളും നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നുള്ളത് നിങ്ങളുടെ ആദർശത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകര് വളരെ ഇത് ഞാൻ ഇനി ഇതിനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തായിരിക്കും കരുതുന്നത്, ചിലർ വിചാരിക്കും പ്രതികൂലിച്ചാൽ എന്തായിരിക്കും കരുതുന്നത്. അതുകൊണ്ട് വളരെ നല്ല മൗനം, ഗൗരവതരമായിട്ടുള്ള മൗനമൊക്കെ ചിലരങ്ങ് അവലംബിച്ചു കളയും. അപ്പൊ മൗനമൊന്നും അവലംബിക്കരുത്. ഇൻസെസ്റ്റിനെ കുറിച്ച് നമ്മുടെ ഈ കേരളീയ സമൂഹത്തിലൊക്കെ ഇനി അവർ പറയാൻ തുടങ്ങുമെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പോയിന്റ് ഇതല്ല. ഇൻസെസ്റ്റ്, നെക്രോഫീലിയ, പിന്നെ വേറൊരു സംഗതിയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാവിധം ലൈംഗിക വൈകൃതങ്ങളും ഉണ്ടാകണം. അത് പറയാൻ നമ്മൾ മടിക്കേണ്ടതില്ല. അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്ന് പറയുന്ന ഈ ടീമുകളാണ് പിന്നെ പ്രവാചകൻ സഫിയെ വിവാഹം കഴിച്ചതിനെ വിമർശിക്കാൻ വരുന്നത് എന്നുള്ളതിലാണ് രസം. എത്ര കോമഡിയാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഇനി നമുക്ക് അതുപോലെ തന്നെ ഇതും നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതാണ്. ഇപ്പോൾ ഈ വിഷയത്തിന്റെ പ്രസക്തിയുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടെ കേൾക്കുകയും എന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഇത് സംബന്ധമായി കാണിക്കാതിരുന്ന മറ്റൊരു സംഗതി നമുക്ക് കാണുകയും ചെയ്യേണ്ടതുണ്ട്. പരസ്ത്രീ ബന്ധത്തിനുള്ള ആഗ്രഹം, മാനസികാവസ്ഥ അത് മനസ്സിലാക്കാം. പക്ഷെ അതേക്കുറിച്ചൊക്കെ എഴുതുന്നതിന്റെ മാനസികാവസ്ഥ എന്താണ്? പരസ്ത്രീ ബന്ധം എനിക്ക് എപ്പോഴും ആഗ്രഹം തന്നെയാണ്. അല്ല, അപ്പൊ അതേക്കുറിച്ച് എഴുതുന്നതിന്റെ മാനസികാവസ്ഥ എന്താണ്? എന്താ കുഴപ്പം? എഴുതിട്ട് ജനങ്ങളെ അറിയിക്കണം. എടാ, ഭാര്യ മാത്രം പോരാ, വേറെ സ്ത്രീകളും വേണം നിനക്ക്. സത്യം, ഞാൻ കാര്യമായിട്ട് പറയാം. ഈ ഒരേ പെണ്ണിന് തന്നെ ഇങ്ങനെ ഡെയിലി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. വേറൊരു പെണ്ണുണ്ടെങ്കിലേ നമ്മുടെ വൈഫിന് വേണ്ട എല്ലാ സംഗതിയും നമ്മൾ കൊടുക്കണം. നമ്മുടെ ഭാര്യമാർക്ക് വീട്ടിലെ വേറൊരു പെണ്ണിന്റെ നമ്മുടെ കാമിച്ചാൽ എന്താ കുഴപ്പം ജോണി? സാധാരണ സദാചാര ബോധവും ധാർമ്മിക ബോധവും ഒക്കെയുള്ള കേരളത്തിലെ ഒരു കുടുംബത്തിന് എന്തെങ്കിലും താങ്കളിൽ നിന്ന് പഠിക്കാനുണ്ടോ? ഞാൻ ഒന്നും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കൊന്നും പഠിക്കാൻ ഒന്നും എനിക്ക് പഠിപ്പിക്കേണ്ട തണ്ടികളെ ഒന്നും പഠിപ്പിക്കാനില്ല. എന്ത് പഠിപ്പിക്കാനാ? അല്ല, അവർ പഠിച്ചാലും പഠിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, അതുകൊണ്ടല്ല. ഇതെന്താണ് ഇതിങ്ങനെ അതേ ഭാര്യ, അതേ ഊണ്, അതേ ചോറ്, എല്ലാ ദിവസവും വീട്ടിൽ പോകും, അതേ ചോറ്, അതേ ഭാര്യ, അതേ കഞ്ഞി, അതേ വയറ്. നമുക്ക് ഡിഫറന്റ് ആയിട്ട് ലൈഫ് ഡിഫറന്റ് ആയിരിക്കണ്ടേ? താങ്കളുടെ ഭാര്യ ചിന്തിക്കുകയാണ് ഒരേ ഭർത്താവ്, ഒരേ സ്ഥലം, അങ്ങനെ ചിന്തിക്കാനുള്ള ഇത് കൊടുത്തിട്ടുണ്ടോ താങ്കൾ? ഓ, ഇഷ്ടംപോലെ കൊടുക്കും. ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്, കൊടുക്കും.
അവര് ഉപയോഗിക്കട്ടെ. അവരുപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കില്ല എന്ന് അറിയാവുന്നതാണ് പറയുന്നത്. സ്ത്രീകളൊക്കെ ഉപയോഗിക്കും, നമ്മൾ കാണാതൊക്കെ ഉപയോഗിക്കും, അവരെല്ലാവരും ഉപയോഗിക്കും. ഞാൻ ചോദിക്കുന്നത്, ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാട് ഏകപക്ഷീയമല്ലേ, പുരുഷ കേന്ദ്രിതമല്ലേ? എല്ലാ സ്ത്രീകളും ഭർത്താവ് വീട്ടിലില്ലെങ്കിൽ എല്ലാവരും എല്ലാം ചെയ്യും അവര്. അല്ല, അങ്ങനെ എങ്ങനെയാ പറയുക? കാരണം ഏകപക്ഷീയമായ ഒരു സമീപനമാണ്, പുരുഷ കേന്ദ്രിതമായ ഒരു സമീപനമാണ്. ഏത് സ്ത്രീയും വേറൊരു പുരുഷനെ ആഗ്രഹിക്കുന്ന സ്ത്രീയാ, ഏത് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ അത് അവർക്ക് ധൈര്യമില്ല. എന്താ പറയുന്നത്? അവർക്ക് ധൈര്യമില്ല വേറൊരു പുരുഷനെ സമീപിക്കാനല്ലേ. ആ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവർ സമീപിക്കാത്തത്. ഏത് സ്ത്രീയും മറ്റൊരു പുരുഷനെ സമീപിക്കാനുള്ള ആഗ്രഹം അവർക്കുണ്ട്. നന്നായി ജീവിക്കുന്ന പുരുഷന്മാരോ അവർക്ക് ധൈര്യം ഇല്ലാഞ്ഞിട്ടാണ്. നന്നായി ജീവിക്കുന്നത്. ഇവിടെ നന്നായി ജീവിക്കുന്നത്, വളരെ നല്ല കുടുംബ ജീവിതം നയിക്കുന്ന എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട്. അവരോടൊന്നും യാതൊരു ബഹുമാനവും ഇല്ല. ആര് കുടുംബജീവിതം നയിക്കുന്നത്? അയ്യോ, വെറുതെ വിട്ടു ചോദിക്കുന്നത്. വെറുതെ ആര് കുടുംബജീവിതമൊക്കെ ഉണ്ടായിരിക്കും. എനിക്കതിലൊന്നും ഒരു വിശ്വാസമില്ല. രാവിലെ ആഫീസിൽ പോകുന്നത്, ജോലി ചെയ്യുന്നു, വൈകുന്നേരം വരുന്നു, കഞ്ഞി കുടിക്കുന്നു, വഴിപാട് പോലെ ഭാര്യയോടൊപ്പം കിടക്കുന്നു. താങ്കൾ സ്വകാര്യ ജീവിതം ഇത്രയും തുറന്നെഴുതണമെന്ന് ഇപ്പോ ഇതുപോലെയൊക്കെ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവർക്ക് ചിലർക്കെങ്കിലും ജീവിതത്തിന്റെ അന്ത്യകാലഘട്ടത്തിൽ ചില തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട്. തങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ ആഭാസമായിരുന്നു, അത് മനുഷ്യകുലത്തിന് യോജിച്ചതോ അല്ലെങ്കിൽ മനുഷ്യന്റെ ധാർമ്മികതക്കും അവന്റെ നൈതികതക്കും അവന്റെ സ്വസ്ഥമായ ജീവിതത്തിനും അനുയോജ്യമോ അനുപേക്ഷ്യമോ ആയതല്ല. തങ്ങൾ ഈ പറയുന്നതൊക്കെയാണ് വെറും കാടത്തം എന്ന് ചിലർക്കെങ്കിലും അവസാന കാലഘട്ടത്തിലെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ വ്യക്തി ആരാണെന്ന് ഇനി ഞാൻ പറയേണ്ടതില്ല. കാരണം കേരളത്തിലെ സാംസ്കാരിക നായകന്മാരുടെ തലത്തിലേക്ക് ഉയർന്ന ഒരു ഉന്നത വ്യക്തി ആയതുകൊണ്ട് പേരൊന്നും ഇപ്പൊ ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്നാൽ ഇത്ര വൃത്തികേടായിട്ടുള്ള രൂപത്തിൽ ഇത്ര മലീമസമായ സംഗതികളൊക്കെ പറഞ്ഞിരുന്ന ഈ വ്യക്തിയുടെ ജീവിത അന്ത്യത്തോടടുത്ത സമയത്ത് ഇദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളൊക്കെ ഇതിന് നേരെ വിരുദ്ധമായിരുന്നു. അതുകൂടെ ഒന്ന് കേൾപ്പിക്കേണ്ടതുള്ളത് കൊണ്ടാണ് മീറ്റ് ചെയ്യുക പ്ലീസ്. കേൾപ്പിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഇത് ഇന്നും ആവർത്തിച്ചത്. നമുക്ക് കണ്ടു നോക്കാം. ഇത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ്. ദൈവവിശ്വാസമുള്ളവർ പോലും രോഗം വരുമ്പോൾ പതറിപ്പോവാറുണ്ട്. അപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്തവരുടെ കാര്യം എന്തായിരിക്കും? ഒരു എക്സ്റ്റൻഷൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചുകൂടി നന്നായി ജീവിച്ചിരുന്നെങ്കിൽ, തെറ്റുകളൊന്നും ചെയ്യാത്ത ഒരു ജീവിതം. പക്ഷേ ആരോഗ്യം തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ അങ്ങ് മറക്കുകയും ചെയ്യും. രോഗത്തിന്റെ ഒരവസ്ഥ ഏതൊരു മനുഷ്യനും അയാളുടെ ജാതിയെയും മതത്തെയും കൂടുതൽ ഓർക്കുന്ന സന്ദർഭമാണത്. ഇപ്പോൾ ഞാൻ ഇസ്ലാമിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞതാണ്. ഇദ്ദേഹത്തിന്റെ അവസാന ഭാഗത്ത്, ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അന്ത്യത്തോടടുത്ത സമയത്ത് ഇദ്ദേഹം പറഞ്ഞതാണ്. അതുപോലെ വേറെയും ആളുകൾ ഇത്തരത്തിലുള്ള നിരീശ്വരവാദവും സ്വതന്ത്ര ചിന്തയും ഒക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളുകൾ ഇതുപോലെ വേറെയും ഉണ്ട്. അതാ കേൾക്കുക. വോൾട്ടയർ, ഇദ്ദേഹം യൂറോപ്പിലെ എത്തിയിസ്റ്റ് ആയിരുന്നു. തത്വചിന്തകനും ദൈവവിശ്വാസത്തെ നിശിതമായി വിമർശിക്കുകയും ചെയ്ത വോൾട്ടയർ തന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ ഫോച്ചിനോട് ഇങ്ങനെ പറഞ്ഞു: ദൈവത്താലും മനുഷ്യനാലും ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനായി. എനിക്ക് 6 മാസത്തെ ജീവിതം കൂടി തരികയാണെങ്കിൽ എനിക്കുള്ളതിന്റെ പകുതി ഞാൻ നിനക്ക് തരാം. അത് സാധ്യമല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം അതിനുള്ള കപ്പാസിറ്റി ഒന്നും ഇനി ആ ബോഡിയിലില്ല. അപ്പോൾ വോൾട്ടയറിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: അങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കുകയും നരകത്തിലേക്ക് പോവുകയും ചെയ്യും. ഇത് അവസാന കാലത്തുണ്ടായ തിരിച്ചറിവാണ്. അങ്ങനെ വോൾട്ടയറിനെ ശുശ്രൂഷിച്ച നേഴ്സ് പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക: യൂറോപ്പിലെ മുഴുവൻ പണവും തന്നാൽ പോലും മറ്റൊരു അവിശ്വാസിയുടെ മരണം കൂടി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയില്ല. കാരണം രാത്രി മുഴുവനും പശ്ചാത്താപ വിവശനായി അദ്ദേഹം വിലപിക്കുകയായിരുന്നു. അത്രമാത്രം ദാരുണവും ദയനീയവുമായിരുന്നു വോൾട്ടയറിന്റെ അന്ത്യം എന്ന് അവരെ ശുശ്രൂഷിച്ച നേഴ്സ് സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല സംഗതികളും ചില നിരീശ്വരവാദികളുടെ ജീവിത അന്ത്യത്തിൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അഷ്റഫ് സാഹിബ് സമയം അതിക്രമിച്ചിട്ടുണ്ടോ? അഷ്റഫ് സാഹിബ് ഓൺലൈനിൽ ഇല്ലേ? എന്നാൽ ഇനി ഒരു ഏകദേശം
നമ്മൾ നിശ്ചയിച്ച സമയം കൊണ്ട് 1.5 മണിക്കൂറായി ആകുന്നു. തുടങ്ങിയപ്പോ നമ്മൾ ഒരു 10-15 മിനിറ്റ് വൈകിട്ട് തുടങ്ങിയത്. ഓക്കെ. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി അധികം ദീർഘിപ്പിച്ചുകൊണ്ട് പോകില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി ഒരൊറ്റ സംഗതി കൂടെ കേൾപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ ബലാത്സംഗം എന്ന് ചില നിരീശ്വരവാദികൾ പറയാറുണ്ട്. പ്രവാചകൻ അതൊന്നും വസ്തുതയല്ല, ആ സഫിയ റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ടത്തോട് കൂടിയിട്ടാണെന്നുള്ളതിന് നിരവധി റെഫറൻസ് ഇവിടെ പറയുകയുണ്ടായല്ലോ. എന്നാൽ ഇങ്ങനെയൊക്കെ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. റണ്ടി ത്രോൺഹിൽ ആൻഡ് ക്രൈഗ് പാംലർ, നിങ്ങൾക്കൊക്കെ ഇത് നോക്കിയാൽ കിട്ടും എന്ന് പറയുന്ന രണ്ടുപേർ ചേർന്ന് എഴുതിയ ഒരു പുസ്തകമുണ്ട്, എ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് റേപ്പ്, ബയോളജിക്കൽ ബേസ് ഓഫ് സെക്ഷുവൽ എറക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം. ഈ പുസ്തകത്തിന്റെ കർത്താക്കൾ പറയുന്നത് റേപ്പ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായ ഒന്നാണ്. അതായത് പുരുഷന്റെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച ജൈവിക പരിണാമത്തിൽ, ഈ പരിണാമം സംഭവിച്ചാണല്ലോ മനുഷ്യരുണ്ടായത് ഇവരുടെ കാഴ്ചപ്പാട് അനുസരിച്ച്, ഈ ജൈവിക പരിണാമത്തിൽ സ്വാഭാവികമായി സംഭവിച്ചു വന്ന, അതായത് അർഹതയുള്ളവർ അതിജീവിക്കും. അപ്പൊ റേപ്പ് ചെയ്യാൻ മാത്രം അർഹത നേടിയ ഒരു ജൈവിക സ്വഭാവമാണ് പുരുഷന്റെ ശരീരത്തിനുള്ളത്. ആ ഒരു ശാരീരിക സ്വഭാവമാണ് പുരുഷനുള്ളത്. ആപേക്ഷികമായിട്ടുള്ള ഈ മസിൽ പവറൊക്കെ പുരുഷന് റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് കണ്ടെത്തൽ. ഇത് വെറുതെ പറയുന്നതല്ല. ഇംഗ്ലീഷുകാരന്റെ പുസ്തകത്തെ കോപ്പി അടിച്ച് മലയാളത്തിലേക്ക് എഴുതിയ ആളുകളുണ്ട്. യുക്തിയുഗം മാസികയിൽ ഈ സംഗതി പറഞ്ഞിട്ടുണ്ട്. ധാർമ്മികത ഒരു അന്വേഷണം എന്ന ലേഖനത്തിൽ ഈ സംഭവത്തെ കുറിച്ച് പറയുകയാണ്. കേൾക്കുക. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരമാവധി പങ്കാളികളിലേക്ക് തന്റെ ജനിതക പദാർത്ഥം എത്തിച്ചേരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക വഴി അടുത്ത തലമുറയിലേക്ക് തന്റെ ജനിതക പദാർത്ഥത്തിന്റെ കോപ്പി വിജയകരമായി എത്തിക്കുക എന്നതാണ് പുരുഷന്റെ പരിണാമ ലക്ഷ്യം. അടുത്ത തലമുറയിലേക്ക് തന്റെ ജനിതക പദാർത്ഥത്തിന്റെ കോപ്പി വിജയകരമായി എത്തിക്കുക എന്നുള്ളതാണ് പുരുഷന്റെ പരിണാമത്തിന്റെ ലക്ഷ്യം. ആയതിനാൽ ഓരോ സ്ത്രീയും, ഇനിയാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, ഓരോ സ്ത്രീയും പുരുഷനു മുന്നിൽ പുതിയ പുതിയ സാധ്യതകളാണ്. ഓരോ സ്ത്രീയും പുരുഷന് മുന്നിൽ പുതിയ പുതിയ സാധ്യതകളാണ്. ഇതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, ഇങ്ങനെ പറയുന്ന ടീംസ്. ഇനി വീണ്ടും അരുൺ മംഗലത്ത് എന്ന വ്യക്തി ബലാത്സംഗത്തിന്റെ ജൈവിക സിദ്ധാന്തം, ഈ ആദ്യം പറഞ്ഞ റണ്ടി ത്രോൺഹിലിന്റെയും ക്രൈഗ് പാംലറിന്റെയും പുസ്തകത്തിൽ നിന്ന് കോപ്പി അടിച്ചുകൊണ്ട് അരുൺ മംഗലത്ത് ബലാത്സംഗത്തിന്റെ ജൈവിക സിദ്ധാന്തം എന്ന ലേഖനം ഇതേ മാസിക, യുക്തിയുഗം മാസികയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബലാത്സംഗത്തിന് പരിണാമപരമായ വേരുകൾ ഉണ്ടെങ്കിൽ പുരുഷനെ അതിന് സഹായിക്കുന്ന ശാസ്ത്രീയ മാനസിക അനുകൂലനങ്ങളെ കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ഇതിന് ശാസ്ത്രീയമായ മാനങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ ശാസ്ത്രീയമായ അനുകൂലകങ്ങൾ എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് പുരുഷന്റെ ശാരീരിക ശക്തിയും വലിപ്പവും ലൈംഗിക നിർദ്ധാരണ ഫലമാണ്. കണ്ടെത്തൽ വല്ലാത്തതായി പോയി. പുരുഷന്റെ ശാരീരിക ബലവും ശക്തിയും വലിപ്പവും ലൈംഗിക നിർദ്ധാരണ ഫലമാണ്. കാരണം പ്രകൃതി നിർദ്ധാരണമാണല്ലോ സിദ്ധാന്തം. ദ ഫിറ്റസ്റ്റ് വിൽ സർവൈവ്. അർഹതയുള്ളത് അതിജീവിക്കും. അത് നിർദ്ധാരണം വഴിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഈ ലൈംഗികതയിൽ നടന്ന നിർദ്ധാരണം വഴിയാണ് ഇങ്ങനെ പുരുഷൻ ശക്തനായത് എന്നാണ്. അങ്ങനെ ബലാത്സംഗം സാധ്യമാക്കാൻ മാത്രം ഉരുത്തിരിഞ്ഞ ഒരേ ശാരീരിക മാനസിക സവിശേഷതയാണ് നാം തേടുന്നത്. ബലാത്സംഗം സാധ്യമാക്കാൻ ഉരുത്തിരിഞ്ഞ ശാരീരിക അവസ്ഥകൾ എന്തെല്ലാമാണെന്നാണ് നാം അന്വേഷിക്കുന്നത്. എന്നിട്ട് പുള്ളി ഉദാഹരണം പറയാണ്, ആൺ തേനീച്ചയുടെ ഇരുവശവും കൂർത്ത മുള്ളുകളുണ്ട്. ആൺ തേനീച്ചയുടെ ഇരുവശങ്ങളിലും കൂർത്ത മുള്ളുകളുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാ ഈ കൂർത്ത മുള്ളുകൾ? വഴങ്ങാത്ത പെൺ തേനീച്ചയെ ആൺ തേനീച്ച ഈ മുള്ളുകൾ ഉപയോഗിച്ച് ബന്ധനത്തിൽ നിർത്തി ബലമായി ലൈംഗിക ബന്ധം നടത്തും. ആൺ തേനീച്ച ഇങ്ങനെ മുള്ളുകൾ ഉപയോഗിച്ച് കുത്തിപ്പിടിച്ച് ബലമായി ലൈംഗിക ബന്ധം നടത്തും. ഈ ഒരാവശ്യത്തിനല്ലാതെ ആൺ തേനീച്ചക്ക് ഈ അവയവം കൊണ്ട് ഉപയോഗമില്ല. ആൺ തേനീച്ചയുടെ
മുള്ളുകളും മനുഷ്യന്റെ മാനസിക ശാരീരിക അനുകൂലങ്ങളും കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ഇതൊക്കെ സമാനമാണെന്ന് കരുതേണ്ടി വരും. ഏത് തേനീച്ചയിലുള്ള മുള്ളുകളും അതുപോലെ പുരുഷന്റെ മാനസിക ശാരീരിക മേൽക്കൈയും ഒക്കെ നാം പഠന വിധേയമാക്കുകയാണെങ്കിൽ ഈ ഈച്ചയുടെ മുള്ളു പോലെ തന്നെയാണ് പുരുഷന്റെ ഈ വ്യത്യാസവും. അത് അവന് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി പരിണാമത്തിലെ നിർദ്ധാരണം വഴി സംഭവിച്ചതാണ് എന്ന് കരുതേണ്ടി വരും. കേൾക്കുക സഹോദരന്മാരെ, ഇതൊക്കെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് പടച്ചുവിടുന്നതാണ്. ഇങ്ങനെ പടച്ചുവിടുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഇവരുടെ സംഘത്തിൽപ്പെട്ടവർ തന്നെയാണ് പ്രവാചകനെതിരിൽ അതും കള്ളമായ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഒന്നാമത് അതൊക്കെ തന്നെ കള്ളമാണ്. രണ്ടാമത് ഇപ്പറഞ്ഞവർക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട വിധത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും ഉന്നയിക്കുവാനോ ഉള്ള ധാർമ്മികമായ യാതൊരു അവകാശവും ഇല്ല എന്നുള്ളത് കൂടി വളരെ കൃത്യമായി ഇവിടെ പറയുവാൻ ആഗ്രഹിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അവന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന സച്ചരിതരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വളരെ ദീർഘമായ ക്ലാസ് ആയിരുന്നു ഇന്ന് ദലീൽ സാഹിബ്. ആർക്കും പ്രത്യേകിച്ച് ചോദിക്കാനൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നത്. ശക്തിയുഗം മാസികയുടെ വർഷവും ലക്കമൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? വർഷവും ലക്കവും ഞാനതിവിടെ എഴുതി വച്ചിട്ടില്ല. എന്റെ അടുത്തുള്ള ചില സംഗതികളാണ്. നമുക്ക് അന്വേഷിച്ചാൽ കിട്ടും സാഹിബ്. ഇൻഷാ അല്ലാഹ് നോക്കാം. ഓക്കെ ഓക്കെ ഇൻഷാ അല്ലാഹ്. എന്റെ കോപ്പികൾ ഉണ്ടോ സാഹിബിന്റെ അതിൽ? ഏതെങ്കിലും മാസികകളുണ്ടോ കോപ്പികൾ? എന്റെ കയ്യിലില്ല, പക്ഷെ ലൈബ്രറികളിൽ കിട്ടുമല്ലോ. സാഹിബ് ഇന്ന് സൗണ്ട് കേൾക്കുന്നില്ല കേട്ടോ. സൗണ്ട് വരുന്നില്ലല്ലോ. എന്താണെങ്കിലും ഈ ഇവിടെ നിരീശ്വരവാദികളെ പറഞ്ഞു, ബൈബിളിനെ ചൂണ്ടിക്കാണിച്ചിരുന്നു. നമ്മൾ മുഖ്യമായിട്ടും ഇവിടെ ടാർഗറ്റ് ചെയ്ത വ്യക്തി പറഞ്ഞതിലുള്ള കള്ളങ്ങൾ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അദ്ദേഹം എന്നെങ്കിലും ഇക്കാര്യത്തിൽ മാപ്പ് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനൊരു തിരുത്ത് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധപ്പെട്ടാൽ എന്നെ കൂടി അറിയിക്കണം എന്നെനിക്കൊരു അഭ്യർത്ഥനയാണ്. കാരണം അത് വല്ലാത്ത ആരോപണമാണ് പ്രവാചകന്റെ മേലും ഉമ്മഹാത്തുൽ മുഅ്മിനുകളുടെ മേലും. ആ ക്ലിപ്പ് നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണം. ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, കേൾക്കേണ്ടതുണ്ട്. അത്രമാത്രം വലിയൊരു ആരോപണമാണ്. ഒരു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല എന്നായിരിക്കുമോ? അല്ല, വിവാഹം നടന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പറയണം. പിന്നെ വേറൊരു സംഗതി, ഇങ്ങനെ അതൊരു പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം ബുഖാരിയും മുസ്ലിമും ഒക്കെ നബിയുടെ പേരിൽ കളവ് പറയുന്നു എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ ഇനിയിപ്പോ ആരെയാലും നബി വിവാഹം കഴിച്ചതായിട്ട് പറയുക? അവിടെയാണ് തെളിവിട്ടണ്ടേ നമുക്ക്. ആ ഒരു വർഷം. അല്ലെങ്കിൽ പിന്നെ വേറൊരു വിഷയമുണ്ട്. ഈ ഒരുപാട് അവരുടെ ഒരു പരിമിതി, അവർക്ക് സ്വന്തമായ ഒരു പ്രമാണം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അഭിജിക്ക് പിന്നെ അതൊക്കെ എടുത്തു കൊടുക്കണ്ടേ അങ്കിളിന്? ഓക്കെ, താജുദ്ദീൻ സാഹിബ് എന്തോ പറയുന്നുണ്ട് കേട്ടോ അഷറഫ് സാഹിബ്, പക്ഷെ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലല്ലോ താജ് സാഹിബ്. അപ്പോ ഇന്ന് ചോദ്യോത്തരങ്ങൾക്കൊന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം 1.5 മണിക്കൂർ തന്നെ നമ്മൾ കത്തിച്ച് തീർത്തിട്ടുണ്ട്. ശംസുദ്ദീൻ നദവി സാഹിബ്, എന്തൊക്കെയാണ് വിശേഷം?
നമ്മുടെ അടുത്ത വിഷയം എന്താണ് ജലീൽ സാഹിബ്? അടുത്ത വിഷയം ഇദ്ദേഹം തന്നെ ഇതുപോലെ തന്നെ പറഞ്ഞ ചില അസത്യങ്ങൾ ഉള്ള ചില ഹദീസുകളുണ്ട്. അതിപ്പം ഒന്ന് നമ്മുടെ ആട് തിന്ന ഹദീസ്. അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഒരു ഒറ്റ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കാതെ ഞാൻ വളരെ ബ്രീഫ് ആയിക്കൊണ്ട് പറയാം. ആട് തിന്ന ഹദീസ്, മൂസാ നബിയുടെ അശ്ലീലം, കല്ലോടി എന്ന് പറയുന്ന സംഗതി. പിന്നെ നമ്മുടെ ഒരു സഹോദരൻ പറഞ്ഞിരുന്നു നമ്മുടെ പല്ലി സ്നേഹികളെ കുറിച്ച് നമുക്കൊന്ന് എന്താണ് സംഭവം എന്നൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. പിന്നീട് ഇങ്ങനെ ചില സംഭവങ്ങളുണ്ട്, ഇപ്പൊ എന്റെ ഓർമ്മയിലേക്ക് വരുന്നില്ല. അപ്പൊ ഇതൊക്കെ വളരെ ബ്രീഫ് ആയിട്ട് ഒന്ന് ഓടിച്ചു നോക്കേണ്ടതുണ്ട്. അതുപോലെ ഒട്ടകമൂത്രം, ഇങ്ങനെയുള്ള സംഗതികൾ ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനി ഇത് അടുത്ത ക്ലാസ്സും അത് കഴിഞ്ഞാൽ ഒരു വൈൻഡപ്പ് ക്ലാസ്സുമായിട്ട് ഞാനിതിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അഷ്റഫ് സാഹിബ് ഈ ബാക്കിയുള്ള സംഗതികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ ആവശ്യമാണെങ്കിൽ മുന്നോട്ട് പോകാം. എന്നാലും ഇനി അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ സംഗതികളൊക്കെ നമ്മൾ ഒരു ചൂണ്ടുപലക ഇട്ട് കൊടുക്കുകയാണ്. ഇയാള് വളരെ നിശിതമായി വിമർശിക്കുന്ന സംഗതികളൊക്കെ നാം പരിശോധിച്ചു വരുമ്പോൾ അതിനകത്ത് ഒരു കഴമ്പുമില്ല എന്ന് നമുക്ക് ബോധ്യമാകും എന്നുള്ളതിനാണ് ഈ സംഗതികളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി ഇവിടെ കേൾക്കുന്ന ആളുകൾ ചിന്തിക്കാനും വായിക്കാനും പഠിക്കാനും കഴിവുള്ള സഹോദരങ്ങളാണ്. ബാക്കിയുള്ളത് നിങ്ങൾ സ്വയം ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പഠിക്കാനായിട്ടുള്ള ഒരു ഉണർത്ത് പാട്ട് മാത്രമാണിത്. അതുപോലെ നമുക്ക് മറ്റൊരു സംഗതി അറിയാം. അദ്ദേഹത്തിന്റെ അനുയായികളായി പോയ ചില ആളുകളുണ്ട്. അവരിൽ പലരും നിഷ്കളങ്കരാണ്, അവർ വഞ്ചിതരായിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് കൂടെ ഈ സംഗതികൾ നമ്മൾ എത്തിച്ചു കൊടുക്കണം. കാരണം അവർക്ക് സത്യമറിയാതെയാണ്. ഈ ക്ലാസ്സിൽ തന്നെ ഇതിന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ക്ലാസ്സിൽ ഒരു സഹോദരൻ പറയുകയുണ്ടായി അവരുടെ വലയിൽ പെട്ടുപോയിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഉണ്ടാവും. സത്യസന്ധരായ ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കരായ സഹോദരന്മാരുണ്ടാവും. അവർക്ക് കൂടി ഈ സംഗതികളൊക്കെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ജലീൽ സാഹിബിന്റെ അടുത്ത 2 ക്ലാസ്സുകൾ കഴിഞ്ഞാലും നമ്മുടെ പരിപാടികൾ തുടരേണ്ടതുണ്ട്. അതിന് എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്, പങ്കാളിത്തം ആവശ്യമാണ്. അത് ഈ ക്ലാസ്സുകൾ കഴിയുന്നതോടുകൂടി മറ്റു വിഷയങ്ങൾ എന്താണെന്ന് ഇൻഷാ അല്ലാഹ് അറിയിക്കും. ഇവിടെ പങ്കെടുത്ത ഇതുവരെയും നമ്മോടൊപ്പം ഉണ്ടായ എല്ലാ സഹോദരങ്ങൾക്കും ഹൃദ്യമായ ഭാഷയിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം ഏകദേശം 1.5 മണിക്കൂറിലധികം നമ്മോട് ഈ വിഷയം സംസാരിച്ച, വളരെ കൃത്യമായി അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകിയ ജലീൽ സാഹിബിന് അള്ളാഹുവിന്റെ അനുഗ്രഹവും ദീർഘായുസ്സും അദ്ദേഹത്തിന്റെ എൽമും അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.